ഒന്ന് മുന്നിലേക്ക് കയറിയിരുന്നാൽ അതായിരിക്കും നല്ലത്. ബാക്കിലുള്ള ആളുകൾ ഒരുപാട് കസേരയിടയിൽ ഒഴിവുണ്ട്. ഒരു സദസ്സിനൊരു അദബുണ്ടല്ലോ. ഇപ്പൊ പറഞ്ഞ വിഷയം, ഇവിടെ ഏൽപ്പിച്ച വിഷയം 10 മണിക്കൂർ പറയാ, 10 കൊല്ലവും പറയാ, 10 മിനിറ്റും പറയണം. അത് പറഞ്ഞ അങ്ങനത്തെ ഒരു വിഷയമാണ് സത്യത്തിൽ എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത്. അതിലിപ്പോൾ എന്താ ഞാൻ ചെയ്യണത് എന്ന് പറഞ്ഞാൽ, ഞാൻ നിങ്ങൾക്ക് അതിനൊരു ഔട്ട്ലൈൻ പറഞ്ഞു തരാം. അതിൻ്റെ ഒരു അടിസ്ഥാനം വെച്ച് ഒരു ഔട്ട്ലൈൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. വളരെ ഗൗരവമായി നിങ്ങൾ ശ്രദ്ധിക്കണം. ഇന്നത്തെ ഒരവസ്ഥയും നിങ്ങൾ മനസ്സിലാക്കണം. മതിയോനെ, ഇന്നത്തെ ഒരവസ്ഥയും നമ്മൾ മനസ്സിലാക്കണം. നമ്മളെ സമുദായത്തിൻ്റെ ഉള്ളിലുള്ള ചില ആളുകൾ സാധാരണ ജനങ്ങളെ വഞ്ചിച്ച ഒരു കാലമാണിത്. എന്താണ് വഞ്ചന? വഞ്ചന വിശ്വാസ കാര്യങ്ങളിൽ ഒരു ബോധവും ഇല്ലാത്ത അമലിൽ ഇട്ട് കുടുക്കിയിട്ട് മനുഷ്യന്റെ ഈമാനും ഇസ്ലാമും നഷ്ടപ്പെട്ടു പോയി എന്നൊരവസ്ഥ വന്നു ചേരുക. അല്ലാഹു കാക്കട്ടെ. അത് അമലുകളൊക്കെ നല്ലതല്ലേ? ആണ്. പക്ഷേ ഈമാനിൽ ശ്രദ്ധയില്ലാത്ത അമലുകൾക്ക് എന്ത് അർത്ഥമാണുള്ളത്? ഈ അടുത്ത കാലഘട്ടത്തില് ഭീമമായ അബദ്ധം ഈ വിഷയത്തിൽ കുടുങ്ങിയിട്ടുണ്ട്. ഞാൻ ഒരു ആമുഖവും പറയാതെ പെട്ടെന്ന് നേരം വൈകിയാലുണ്ടല്ലോ, പൈലറ്റുമാർ പെട്ടെന്ന് ഒരു മിനിറ്റ് കൊണ്ട് റൺവേയിലൂടെ ഓടിച്ചിട്ട് ടേക്ക് ഓഫ് ചെയ്ത് പോകും. അങ്ങനെയാണ്. മറ്റേ നേരം ഉണ്ടെങ്കിൽ പിന്നെ കുറേ റൺവേയിലിട്ട് ഇങ്ങനെ കറക്കിയിട്ട് പിന്നെ ടേക്ക് ഓഫ് ചെയ്യുള്ളൂ. ഇതങ്ങനെയല്ല. ഇപ്പോൾ സീറ്റ് ബെൽറ്റ് ഒക്കെ കിട്ടിക്കോളൂ. ഇതൊരു മിനിറ്റ് കൊണ്ട് ടേക്ക് ഓഫ് ചെയ്യാൻ പോകാം. കാരണം പലർക്കും വിശപ്പുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. ഞാൻ തന്നെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് മതി ക്ലാസ് എന്നും പറഞ്ഞിരുന്നു. പക്ഷേ അതിനിടയിൽ എന്തുണ്ടായി? ഉസ്താദ് പറഞ്ഞു, റംലി ഉസ്താദ് പറഞ്ഞു, നിങ്ങൾ പ്രസംഗിക്കളി അവർ വിളിക്കുന്നുണ്ട്, ആളുകൾക്കും വിശപ്പുണ്ടാവും എന്ന്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഈ കൊടി, നമ്മളിപ്പോ ഏതൊരു കൊടിയുടെ കീഴിലാണോ ആ ബഹുമാനപ്പെട്ട മൂവർണ്ണ പതാക, അതിനൊരു അടിസ്ഥാനം എന്താണ്? അത് അള്ളാഹു ശ്രേഷ്ഠമാക്കിയതിന്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. അതിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഈമാൻ കാര്യമാണ്. അതിൽ തെറ്റിയാൽ ഒരു വകുപ്പും പിന്നെ അതിലില്ല. ഈമാൻ കാര്യത്തിൽ തെറ്റിപ്പോയാൽ ഒരു വകുപ്പും ഇല്ല. കേവലം അമലുകൾ കൊണ്ട് രക്ഷപ്പെടുകയും ഇല്ല. എന്നാൽ അമല് വേണം. പക്ഷെ ഈമാൻ കാര്യം ഉണ്ടായിട്ട് അമല് മതി. ഇവിടെ സലഫി കൗമുകളെല്ലാം അതിന് ഓരോ ഈ സലഫിയാക്കൾ എന്ന് പറയുന്ന ആളുകൾ എന്താ? സലഫ് എന്ന് പറഞ്ഞാല് മുൻഗാമികൾ എന്നർത്ഥം. സലഫ് എന്ന വാക്കിന്റെ അതാണ് അർത്ഥം. അതെന്താണ്? എന്നാൽ മുൻഗാമികളോട് ഒരു ബന്ധവും ഇല്ലാത്തവരാണ് സത്യത്തിൽ സലഫിയാക്കൾ എന്ന് പറഞ്ഞത്. നെയ്യിനോട് ഒരു ബന്ധമില്ലാത്ത അപ്പത്തിന് നെയ്യപ്പം എന്ന് പറയുന്നത് പോലെ, നെയ്യിനോട് ഒരു ബന്ധവും ഇല്ലാത്തതിനാണ് നമ്മൾ നെയ്യപ്പം എന്ന് പറയുക എന്നതുപോലെ സലഫിനോട് ഒരു ബന്ധവും ഇല്ലാത്തതാണ് ഇന്ന് കാണുന്ന സലഫിയാക്കൾ. ഇന്ന് കാണുന്ന സലഫിയാക്കളല്ല, എന്നത്തെയും സലഫിയാക്കൾ അങ്ങനെയാണ്. ഈ സലഫിയാക്കൾ എന്ന് പൊതുവെ പറയുന്നത് ബിദ്അ കക്ഷികൾക്കാണ്. ആദ്യത്തെ സലഫിസ്റ്റുകൾ എന്ന് പറയുന്നത് ഖവാരിജാണ്. ഈ ഖവാരിജ് കിലാബു അഹ്ലിൻ നാരി, നരകക്കാരുടെ നായകളാണെന്ന് മുഹമ്മദ് മുസ്തഫ. അന്ന് ആ പാർട്ടി ഇല്ല. മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ ഗൈബിയായ മുഅജ്ജത്തിൽപ്പെട്ടതാണ് എന്ത് ഖവാരിജിനെ പറ്റി റസൂലുള്ളാഹി നേരത്തെ പറഞ്ഞത്. എനിക്ക് ശേഷം ഒരു പാർട്ടി ഇവിടെ വരും, അവർ നരകത്തിലെ നായകളാണ്. ലാ യഖ്ബലുല്ലാഹു മിൻഹും സർഫൻ വലാ അദ്ല, അല്ലാഹു അവരിൽ നിന്ന് ഒന്നും സ്വീകരിക്കില്ല. മുഹമ്മദ് മുസ്തഫ ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാലൻ അല്ലദീന ളല്ല സഅയുഹും ഫിൽ ഹയാത്തിദ് ദുനിയ വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുന്നാ എന്ന ആയത്തിലെ വ്യാഖ്യാനം റാസി എടുത്തു നോക്കിക്കോളൂ. നസലത്ത് ഫിൽ ഖവാരിജി ഹത്താ മാ ജാഉ ലമ്മാ നുസിലത്ത് ഹാദിഹിൽ ആയ. ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ അങ്ങനത്തെ ഒരു വിഭാഗം ലോകത്ത് വന്നിട്ടില്ല. 4ാം ഖലീഫയുടെ കാലത്താണ് ഈ വിഭാഗം ഉണ്ടാവുന്നത്. പക്ഷെ റസൂലുള്ളാഹി നേരത്തെ അവരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു പാർട്ടി വരുമെന്ന്. ഈ പാർട്ടിയാണ് ആരെ കൊണ്ടത്? ആ പാർട്ടി എന്താ ചെയ്തെന്നാൽ അവർക്ക് അദബില്ല, മര്യാദ അല്ല, നിസ്കരിക്കും. നെഞ്ച് നിറച്ച് താടി വെക്കും.
കാലിന്റെ മുട്ടിന്റെ നേരെ താഴെ വരെ മാത്രമേ അവർ തുണി എടുക്കുള്ളൂ. അതായത് ഷെക്കില്, ജനങ്ങൾ ആദരിക്കുന്ന ഷെക്കിലുകൾ അവർക്കുണ്ടായിരുന്നു. പക്ഷേ അവർക്കുണ്ടായിരുന്നില്ല എന്ത്? ബഹുമാനിക്കേണ്ടവരോട് ഒരു ബന്ധം അവർക്കുണ്ടായിരുന്നില്ല. അവരാണ് അലി ഇബ്നു അബി ത്വാലിബ് സൗജ ഉമ്മിൽ മുഅ്മിനീൻ ഫാത്തിമ കബ്ദിൽ മുഅ്മിനീൻ ഫാത്തിമ കബ്ദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ ബുറഅത്തു മിന്നി. എൻ്റെ കരളിന്റെ കഷ്ണമാണ് ഫാത്തിമ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഫാത്തിമയുടെ ഭർത്താവായ സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹുവിനെ ഹിജ്റ 40 റമളാൻ 17 ബദരീങ്ങളെ ആണ്ടിന്റെ അന്ന് കൂഫ അങ്ങാടിയിലിട്ട് അറുത്തു കൊന്നു. ആര്? ഖവാരിജ്. ഇതാണ് ആദ്യത്തെ സലഫി സംഘടന. അതൊക്കെ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നില്ലേ? വളരെ ചിന്തിക്കണം. അന്ന് ആരാണ് ഈ സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു? ആരാണ് ഈ സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു? അതും വേണമല്ലോ പറയാ. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹുവിനെ കുറിച്ച് ഞാൻ പറഞ്ഞ ഒരു അഭിപ്രായം, വെറുതെ ചില ആളുകൾ ഫേസ്ബുക്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി സോഷ്യൽ മീഡിയയിൽ വിഷയം ഉണ്ടാക്കുന്നുണ്ട്. അലി ഇബ്നു അബി ത്വാലിബ് ലോകത്തെ സ്വഹാബത്ത് കഴിഞ്ഞ അമ്പിയാക്കൾ കഴിഞ്ഞ പ്രധാനി സയ്യിദ്ന സിദ്ദീഖ് തന്നെ. പക്ഷെ ആ സിദ്ദീഖിനടക്കം ഇക്റാമുള്ള ആളായിരുന്നു, പേടിയും ബഹുമാനമുള്ള ആളായിരുന്നു. ആര്? സയ്യിദ്നാ അലി ലിഅന്നഹു ജദ്ദു അഹ്ലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവര് ജദ്ദാണ്. ഇന്നല്ലാഹ ജഅല ദുരിയത കുല്ലി നബിയ്യിൻ മിൻ സുൽബിഹി വജഅല ദുരിയതി മിൻ സുൽബി അലി. ബൈഹഖി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ ഹദീസ്. എല്ലാ നബിമാരുടെയും പരമ്പര ആ നബിയുടെ മുതുകിൽ നിന്നാണ് തുടങ്ങിയതെങ്കിൽ എന്റെ പരമ്പര ഈ അലിയുടെ മുതുകിൽ നിന്നാണ് തുടങ്ങുക എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ. ഈ ഹദീസ് ഇമാം ബൈഹഖി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അഹ്ലു ബൈത്തിന്റെ ബാപ്പ വല്ലിപ്പയാണ് ആര്? മനസ്സിലാവണില്ലേ? സയ്യിദ്ന അലി റളിയല്ലാഹു അൻഹു. ആ അലി ഇബ്നു അബി ത്വാലിബിനെ കൊന്നത് ആദ്യത്തെ സലഫി ഖൗമാണ്. സലഫ് എന്ന സ്വഹാബത്തിനോട് അവർക്കൊരു ബന്ധമില്ല, ഒരു ബഹുമാനവും ഇല്ല. അവർ നിസ്കരിക്കും, അവർ നോമ്പ് വെൽക്കും. യഖറഊനൽ ഖുർആന ഫയബ്കൂന, യഖറഊനൽ ഖുർആന, ഖുർആനോടും ഫയബ്കൂന. കാര്യം മാകാന ഖൗമുൻ അശദ്ദ ബുകാ വഅക്തറ ബുകാഅൻ മിൻ ബുകാഇൽ ഖവാരിജി ലമ്മാ യഖറഊനൽ ഖുർആൻ. ഖുർആൻ ഓതുമ്പോ കരഞ്ഞ കൂട്ടത്തിൽ ഇത്രയേറെ കരഞ്ഞ ജനത ഉണ്ടായിട്ടില്ല. ആരെ പോലെ? ഖവാരിജിനെ പോലെ. ഇത് ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ റൂഹുൽ ബയാനിൽ ഇസ്മാഉൽ ഹഖിൽ ബറൂസവി തങ്ങൾ പറയുന്നുണ്ട്. എടുത്തു നോക്കിക്കോ, അവിടെ ഉണ്ട്. ഒന്നിന്റെ വകയില്ല. മനസ്സിലായില്ല? ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന എന്നുള്ള ആയത്തുണ്ടല്ലോ, എവിടെയുള്ള? അൽ കഹ്ഫിലുള്ള ഈ ആയത്ത്. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ റൂഹുൽ ബയാൻ തഫ്സീറിൽ ഉണ്ട്. മാകാന ഖൗമുൻ അക്സറ ബുകാഅൻ മിൻ ബുകാഇൽ ഖവാരിജി ലമ്മാ യഖറഊനൽ ഖുർആന. ഖുർആൻ ഓതുമ്പോൾ കരഞ്ഞിരുന്ന സംഘത്തിൽ ഇത്രയേറെ കരഞ്ഞ ഒരു സംഘം ലോക ചരിത്രത്തിൽ വേറെ ഇല്ല. ഖുർആൻ ഓതും കരയും, യുദ്ധത്തിന് ഇറങ്ങുമ്പോഴും ഖുർആൻ ഓതും, എന്നിട്ടും കരയും. താടിയൊക്കെ ഇവിടെ നിറച്ചുണ്ടായിരുന്നു, വസ്ത്രമൊക്കെ ഞെരിയാണിക്ക് എത്രയോ മുകളിലുമായിരുന്നു. പക്ഷെ അവർ നരകത്തിലെ നായകളാണ് റസൂലുള്ള നേരത്തെ പറഞ്ഞിട്ടുണ്ട്. മുഹമ്മദ് മുസ്തഫ എന്ത് അദബ് മര്യാദയില്ല, ഒരു ബഹുമാനം ഇല്ല. അള്ളാന്റെ ഔലിയാക്കന്മാരെ ബഹുമാനിച്ചിട്ടില്ല. അള്ളാന്റെ ഔലിയാക്കന്മാരെ കൂട്ടത്തിലെ മൂപ്പന്മാരുടെ മൂപ്പന്റെ സ്ഥാനത്തുള്ള മഹാനാണ് സയ്യിദ്ന അലി റളിയല്ലാഹു. എന്തുകൊണ്ട്? ഈ ബഹുമാനപ്പെട്ട ഔത്തുൽ ആലമാണെങ്കിലും സുൽത്താനുൽ ആരിഫീൻ ആണെങ്കിലും ഈ ബഹുമാനപ്പെട്ട ഈ മഹത്തുക്കളുടെ ഏത് പിൻകാലത്ത് വന്ന എല്ലാവരും ആരെ മുതുകിൽ നിന്ന് വന്നതാണ്? സയ്യിദ്ന അലി. അവര് ജദ്ദു ആലിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലിപ്പയാണ്. മുത്തുനബി പറഞ്ഞില്ലേ, അവരെ റമളാൻ 17 അന്ന് ബദരീങ്ങളെ ആണ്ട് നടക്കാൻ പോത്തറക്കേണ്ട നേരത്ത് അവരാരാ അർത്ത്? ആരാ അർത്ത്? ഹിജ്റ 40 സുബഹിന്റെ നേരത്ത് കൂഫ അങ്ങാടിയിൽ നിസ്കരിക്കുക, ബാങ്ക് കൊടുക്കാനായി എണീക്ക്. അന്ന് ഖലീഫയാണ് സയ്യിദ്ന അലി റളിയല്ലാഹു അൻഹു. എണീക്ക്, കോമോ ഇതാ ബാങ്ക് കൊടുക്കാനായി എണീക്ക് എന്ന് പറഞ്ഞിട്ട് എല്ലാ വീടുകളുടെയും
ഓരങ്ങളിൽ തട്ടി തട്ടി നടക്കുകയാണ് സയ്യിദുന അലി റളിയല്ലാഹു അൻഹു സുബ്ഹിയോട് അടുത്ത നേരത്ത്. ആ നേരത്താണ് ഖവാരിജ് വളഞ്ഞിട്ട് അറത്തു കൊന്നു. ആരെ? മഹാനായ സയ്യിദുന അലി റളിയല്ലാഹു അൻഹുവിനെ. അതാണ് അവർക്കൊരു ബഹുമാനമല്ല. അപ്പൊ ഇന്നും മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അതിന്റെ ബാക്കിയാണ് നമ്മുടെ നാട്ടിൽ കാണുന്ന വഹാബികൾ. ഞാൻ സാമ്പിൾ പറഞ്ഞു തരാണ്, ഞാൻ മൊത്തം പറയാൻ കഴിയില്ല. നിങ്ങൾ പഠിക്കണം, ഇഷ്ടംപോലെ ഈ വിഷയത്തിൽ പഠിക്കാൻ കഴിയും. അവരെ സംബന്ധിച്ചിടത്തോളം മുഹീദ്ദീൻ ശൈഖ് എന്ന് പറഞ്ഞാൽ അവർക്ക് പുച്ഛാണ്. എന്തുകൊണ്ട്? മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ വലിയ പാൻ തന്നെ പുച്ഛമായ ഖൗമിന്റെ വാക്യാണത്. അത് തന്നെ ആ ജനതയാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ വളരെ ഗൗരവമായി ചിന്തിക്കണം. ആ അദബോ മര്യാദയോ അവരെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അതിന് ഓരോ കാലത്ത് ഓരോ വിഭാഗം ആ പേരിൽ ഇങ്ങനെ വരും. പിന്നെ ആ വിഭാഗങ്ങൾ കാലത്തിൽ മണ്ണടിഞ്ഞു പോകും. എന്തുകൊണ്ട് മണ്ണടിഞ്ഞു പോകും? കാലത്തിന്റെ നീർക്കുമളകൾ ഒരു കാലം കഴിഞ്ഞാൽ കെട്ടടങ്ങിപ്പോകും. പിന്നെ വേറൊന്നുണ്ടാവും, സാധനം വേറൊരു പേരിൽ വരും. സാധനം തന്നെ എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായില്ല. ഖവാരിജ് കെട്ടടങ്ങി. പിന്നെ അതിൽ നിന്ന് മുഅ്തസിലത്തുണ്ടായി, മുർജിയത്തുണ്ടായി, ഖദരിയത്തുണ്ടായി. ഹിജ്റ 1111 വഹാബിയത്തുണ്ടായി. വഹാബി നേതാവായ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ജനിച്ചു. ഹിജ്റ 1111 ജനിച്ചു. എന്തായിരുന്നു ഇയാളുടെ രീതിയും ഇത് തന്നെ. ഇയാളുടെ രീതിയും ഇത് തന്നെ. അള്ളാന്റെ ഔലിയാക്കന്മാരെ ബഹുമാനമില്ല. അയാളുടെ ബാപ്പ അബ്ദുൽ വഹാബ് ഉയൈനയിൽ ഖാളിയായിരുന്നു. ഹിജാസിൽപ്പെട്ട ഒരു പ്രദേശമാണ് ഉയൈന. അവിടെ ഖാളിയായിരുന്നു ഇയാളെ ബാപ്പ. പ്രാഥമിക പഠനം ബാപ്പയിൽ നിന്ന്. പിന്നെ അയാൾ ബസറയിൽ പോയി അങ്ങനെ ചുറ്റി. തിരിച്ചു വന്നപ്പോൾ ബാപ്പ ഹുറൈമലയിൽ ഖാളിയാണ്. അപ്പോൾ അയാൾ ഹുറൈമലയിലേക്ക് പോയി. കുറച്ചു കാലം ബാപ്പ മരിക്കുന്നവരെ കുറച്ച് ഒതുങ്ങി. ബാപ്പ മരിച്ചപ്പോൾ അയാൾ പരസ്യമായി വഹാബിയത്തിനെ പ്രഖ്യാപിച്ചു. അപ്പോൾ സ്വന്തം ജേട്ടൻ സുലൈമാൻ ഇബ്നു അബ്ദുൽ വഹാബ് ഇയാളെ എതിർത്തുകൊണ്ട് എഴുതിയ സുന്നത്ത് ജമാഅത്തിന്റെ നെടുന്തൂണായ ആളായിരുന്നു ഇയാളുടെ ബാപ്പയും സ്വന്തം ജേട്ടൻ. സുലൈമാൻ ഇബ്നു അബ്ദുൽ വഹാബ് എഴുതിയതാണ് അസ്സവാഇഖുൽ ഇലാഹിയ ഫിർ റദ്ദി അലൽ വഹാബിയ്യ. മനസ്സിലായില്ല? ഇയാളുടെ ജേട്ടനാണ് ആര്? സുലൈമാൻ ഇബ്നു അബ്ദുൽ വഹാബ് എന്ന മഹാൻ റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹമാണ് ആദ്യമായി വഹാബികൾക്കെതിരെ ഗ്രന്ഥം എഴുതിയത്. മനസ്സിലാവണില്ലേ? വഹാബികൾക്കെതിരെ ആദ്യം ഗ്രന്ഥം എഴുതിയത് ആരു തന്നെ? വഹാബികളുടെ നേതാവിന്റെ ജേഷ്ഠനായ സുലൈമാൻ ഇബ്നു അബ്ദുൽ വഹാബ്. അദ്ദേഹം എഴുതിയ ഗ്രന്ഥം ഇന്നും ലോക പ്രശസ്തമാണ്. എന്താ ഗ്രന്ഥം? അസ്സവാഇഖുൽ ഇലാഹിയ ഫിർ റദ്ദി അലൽ വഹാബിയ്യ. വഹാബികളെ തകർക്കാനുള്ള ഇലാഹിന്റെ ഇടിമുഴക്കം. അതിന്റെ പേര് ഇലാഹിന്റെ ഇടിമുഴക്കങ്ങൾ. എന്തിനെതിരെ പറ? എന്തിനെതിരെ? അസ്സവാഇഖുൽ ഇലാഹിയ ഫിർ റദ്ദി അലൽ വഹാബിയ്യ. ഈ ഗ്രന്ഥം പുറത്ത് വന്നപ്പോൾ ഹുറൈമലയിൽ നിന്ന് അയാളെ പുറത്താക്കപ്പെട്ടു. ഹുറൈമലയിൽ നിന്ന് അദ്ദേഹം പുറത്തു വന്നു. പിന്നെ അയാൾ വീണ്ടും ഉയൈനയിലേക്ക് മടങ്ങി. അതൊക്കെ പ്രദേശങ്ങളാണ്. ഉയൈനയിൽ വന്നിട്ട് ഇയാൾ എന്ത് ചെയ്ത് അന്നത്തെ ഉയൈനയിലെ ഭരണാധികാരിയുടെ അമ്മായിയുമായി ചങ്ങായിത്ത ബന്ധത്തിലായി. അങ്ങനെ അങ്ങായിയെ കെട്ടി. ഏകദേശ പരിപാടിയൊക്കെ എന്താണ്? കല്യാണ ബന്ധങ്ങൾ വഴിയാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് നടത്തിയിട്ടുള്ളത്. അവരുടെ അന്നത്തെ ഉയൈനയിലെ ഭരണാധികാരിയുടെ അമ്മായി ഉണ്ടായിരുന്നു ജൗഹറ. ആ ജൗഹറയെ കല്യാണം കഴിച്ചു. അങ്ങനെ രാജകുടുംബത്തിൽ നിന്നൊരു പെണ്ണിനെ കല്യാണം കഴിച്ചപ്പോ സ്വാഭാവികമായി പ്രഭുകുമാരന്മാരെയൊക്കെ ഇയാൾ വശപ്പെടുത്തി. അവിടെ ഒരു ഖുർആൻ ക്ലാസ് ആരംഭിച്ചു ഉയൈനയിൽ. അങ്ങനെ ചില്ലറ കാലം കൊണ്ട് പ്രമാണികളായ ഉയൈനക്കാരിൽ 60ഓളം ആളുകൾ വഹാബികളായി. സ്വാധീനം ഭരണരംഗത്തും മറ്റും കിട്ടിയപ്പോൾ ശ്രദ്ധിക്കണേ, ഇങ്ങോട്ട് നോക്കണേ, ശ്രദ്ധിക്കണേ.
ഭരണരംഗത്ത് ഈ സ്വാധീനവും മറ്റും കിട്ടി. ആ കടലാസ് പിന്നെ നോക്കിയാൽ മതിട്ടാ. കടലാസ് ഇപ്പൊ കൊടുക്കണ്ട മക്കളെ, കുറച്ചതിന്റെ കൊടുത്താൽ മതി. കുറച്ച് തലവേദന ഉള്ള വിഷയമാണ്. ഇപ്പൊ തന്നെ പറഞ്ഞാലും കുറച്ച് ഞാൻ ശൈത്താൻ അത് മറപ്പിക്കും. അല്ല പിന്നെ ശ്രദ്ധ അല്ലാതെ കേട്ടാലും. കാരണം ഇത് പഠിച്ചിട്ടില്ലെങ്കിൽ ഓരോ കാലത്തെ പ്രശ്നം പഠിക്കണ്ടേ? ഇത് പഠിക്കണം. ഇതൊന്നും നമുക്ക് പ്രശ്നമല്ല. നിസ്കരിക്കാൻ പോരുന്നപ്പോ തെബിലീഗുകാര് പറയണത് അവര് കാട്ടു കള്ളന്മാരാണ്. യാതൊരു സംശയവും വേണ്ട, അത് കാട്ടു കള്ളത്തരമാണ്. ഈമാനില്ലാതെ എന്താണ് കുട്ടി ഇസ്ലാം? നിങ്ങൾ നിസ്കരിക്കാൻ എന്ത് മാനയുള്ളത്? ആദ്യം പിന്നെ എന്തുറക്കണം പറ കുട്ടി. നിസ്കാരം മുസ്തഫ നബി എന്നിവിടെ കൽപ്പിച്ച, അള്ളാഹ് എന്നാ കൽപ്പിച്ചത്? അള്ളാഹു ആദ്യമായി മുഅ്മിനീങ്ങൾക്ക് പഠിപ്പിച്ച ഈമാനല്ലേ? അല്ലേ? മനസ്സിലാവണില്ലേ? ഈമാനല്ലേ പഠിപ്പിക്കേണ്ടത്? ഈമാൻ കഴിഞ്ഞിട്ട് പിന്നല്ലേ ഇസ്ലാം. ഇത് നിങ്ങളെ പോലത്തെ ആളുകളോട് പറഞ്ഞാൽ പോലും തലയെ കയറൂല. എന്തുകൊണ്ട്? എല്ലാം നല്ലതല്ല. എല്ലാം നല്ലതും നല്ലതല്ല. അത് ശരിക്കും മനസ്സിലാക്കണം. അതാത് കാലഘട്ടത്തിൽ ദീനിന്റെ ശത്രുക്കളെ തിരിച്ചറിയണം. അങ്ങനെ 60ഓളം ആളുകൾ പ്രമാണികൾ തന്നെ വഹാബികളായപ്പോ അയാൾക്ക് അവിടെ ഒരു പിടുത്തം കിട്ടി. അപ്പോൾ അയാൾ ആദ്യമായി പ്രഖ്യാപിച്ചു, എന്ത്? മഖ്ബറ പൊളിച്ചാലേ ഇസ്ലാം പൂർത്തിയാവുള്ളൂ. അക്കാലത്ത് ഉയൈനയിലെ പ്രധാനപ്പെട്ട മഖ്ബറയായിരുന്നു സയ്യിദ് ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അനുജനാണ് ആര്? സയ്യിദ് ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്ന് മാത്രമല്ല കള്ളപ്രവാചകനായ മുസൈലിമത്തുൽ കദ്ദാബിനെതിരെ ഉള്ള യുദ്ധത്തിൽ ഷഹീദായ സ്വഹാബിയാണ് ആര്? സയ്യിദ് ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. അവരെ സയ്യിദ് ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ മഖ്ബറയിൽ പോയി ദുആ ചെയ്യുക, വിഷയങ്ങൾ അല്ലാഹുവിന്റെ മുന്നിൽ പറയുക, അവരെ കൊണ്ട് തവസ്സുൽ ചെയ്യുക, ഇസ്തിഗാഥ ചെയ്യുക, ഇതൊക്കെ ആ കാലഘട്ടത്തിൽ എന്നത്തെ പോലെ അവരുടെയും രീതിയായിരുന്നു. അപ്പൊ ഇത് പൊളിച്ചാലേ ഇവിടെ ഇസ്ലാം ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഇയാൾ എന്ത് ചെയ്തു? ചില ആളുകളെ ശട്ടം കെട്ടി എന്നിട്ട് സയ്യിദ് ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മഖ്ബറ പൊളിക്കാൻ വേണ്ടി പോയി. പക്ഷെ നാട്ടുകാർ തടഞ്ഞപ്പോൾ ഭരണാധികാരി, ഇത് രാജകുടുംബത്തിൽ നിന്ന് പെണ്ണെട്ടിയ ആളാണല്ലോ, ഭരണാധികാരി അടക്കമുള്ളവർ ഇപ്പൊ ആരുമാണ്? വഹാബികളുമായിട്ടുണ്ട്. 600ഓളം അശ്വഭടന്മാരെ കൊണ്ടുവന്ന് കാവൽ നിർത്തി ആദ്യത്തെ മഖ്ബറ പൊളി ഉദ്ഘാടനം ചെയ്തു. ആ മഖ്ബറ പൊളിയുടെ ഭാഗമാണ് ഇന്നും ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന വഹാബികളുടെ മഖ്ബറ പൊളികൾ. അതന്നും ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ കഴിഞ്ഞ 2 മാസം മുമ്പ് നാടുകാണി ചുരത്തിലെ ബഹുമാനപ്പെട്ട മുഹമ്മദ് സാലിഹ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മഖ്ബറ പൊളിച്ച് വീണ്ടും ഇപ്പൊ നമ്മൾ കെട്ടി. അത് പോലീസ് അവിടെ വലിയ പ്രശ്നം ഉണ്ടാവുന്നുണ്ട്. കാരണം എന്തുകൊണ്ട്? BJPയോ RSSോ ആണെന്ന് വരെ ചിലർ സംശയിച്ചു. അവസാനം പോലീസ് കൗശലമായി അത് പിടിച്ചു നോക്കുമ്പോൾ മുജാഹിദ് വിഭാഗത്തിലെ വിസ്ഡം ഗ്രൂപ്പുകാരാണ് എഴുതിയിട്ടുള്ളത്. അപ്പൊ ഇത് അവർ ചെയ്യുന്നതിൽ ഒരു വിഷയം നമ്മൾ വിചാരിക്കണ്ട. ഇതിന്മേലാണ് തുടങ്ങിയത്. ഉയൈനയിൽ ഉണ്ടായിരുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് ബിൻ ഖത്താബ് ജുബൈലയിലാണ്. അതിലവിടെപ്പെട്ട ജുബൈല എന്ന പ്രദേശത്തായിരുന്നു ആ മഖ്ബറ. ആ മഖ്ബറാണ് പൊളിച്ചു. ആ മഖ്ബറ പൊളിച്ചപ്പോൾ മക്കയിലെയും മദീനയിലെയും അക്കാലത്തെ ഭരണാധികാരികൾ വരെ അതിൽ ഉണർന്നു. ഇതിന് പരിഹാരം ഉണ്ടായിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഉയൈന എന്ന നാട്ടുരാജ്യത്തോട് യുദ്ധം ചെയ്യുമെന്ന് മക്കയിലെയും മദീനയിലെയും ഭരണാധികാരികൾ വരെ പ്രഖ്യാപിച്ചപ്പോൾ ഉയൈനയിലെ ഭരണാധികാരി കുടുങ്ങി. അയാൾ എന്ത് ചെയ്തു? ഇയാളെ വിടാനും വയ്യ, കെട്ടാനും വയ്യ. കാരണം ഇയാൾ കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിച്ച മരുമോന. മനസ്സിലായില്ലേ? അവസാനം ഇല്ലെങ്കിലോ നാട്ടുകാർ ഒന്നടങ്കം വന്ന് യുദ്ധം ചെയ്യും. അപ്പോൾ എന്ത് ചെയ്തു? ഈ ഭരണാധികാരി രായ്ക്ക് രാമാനം അയാളെ ഉയൈനയിൽ നിന്ന് നാട് കടത്തി. അങ്ങനെ അയാൾ ദിർഇയായിൽ എത്തിച്ചേർന്നു, ഇന്നത്തെ റിയാദിൽ. അന്ന് അവിടുത്തെ ഭരണാധികാരി മുഹമ്മദ് ബിൻ സഊദ് ആയിരുന്നു. മുഹമ്മദ് ബിൻ സഊദിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ടു. മുഹമ്മദ് ബിൻ സഊദ് അല്പം ശൂരനാണ്. പക്ഷെ നാട് വികസിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എങ്ങനെയാണ് വകുപ്പ് എന്നറിയൂല. അങ്ങനെ ചില്ലറ കാലം അയാൾ ദിർഇയായിൽ വന്ന്, ദിർഇയ ഇന്നത്തെ റിയാദിന്റെ ഭാഗമാണ് ദിർഇയ. കുറഞ്ഞ കാലം കൊണ്ട് അയാൾ എന്ത് ചെയ്തു?
അയാള് നേരെ മുഹമ്മദ് ബിൻ സഊദിന്റെ കുടുംബമായി ബന്ധപ്പെട്ടു. അതാണ് ഇന്നും സഊദി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആലു സഊദ്. നിങ്ങൾ ഇവിടെ ഉണ്ടോ ആവോ? പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടാ? അവരുടെ വല്ലിപ്പയാണ് ആര്? മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ കാലത്ത് ജീവിച്ചിരുന്ന മുഹമ്മദ് ബിൻ സഊദ്. മുഹമ്മദ് ബിൻ സഊദിനോട് ഇയാൾ എന്ത് പറഞ്ഞു? നാട് രാജ്യം വികസിപ്പിക്കാനുള്ള കാര്യം ഞാൻ ചെയ്തു തരാം, പക്ഷേ വികസിപ്പിക്കുന്നതിനനുസരിച്ച് വഹാബിയത്ത് എന്ന ഈ ആശയം നാട്ടിൽ പ്രചരിപ്പിക്കാൻ നിങ്ങളും സമ്മതിക്കണം. സമ്മതിച്ചു. ആദ്യമായി അയാൾ മുഹമ്മദ് ബിൻ സഊദുമായി 10ഓളം കാര്യങ്ങൾ വെച്ച് കരാർ ചെയ്തു. കരാർ നമ്പർ 1, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ കരാർ നമ്പർ 1, ജനങ്ങളിൽ നിന്ന് നികുതി പിരിക്കാൻ പാടില്ല. ജനങ്ങളിൽ നിന്ന് ഒരു നികുതിയും ഇന്ന് മുതൽ പിരിക്കരുത് എന്ന് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് കൽപ്പിച്ചു. ആരോട്? രാജാവായ, ശ്രദ്ധിക്കണേ, മുഹമ്മദ് ബിൻ സഊദിനോട്. അപ്പോൾ ചോദിച്ചാൽ അത് എന്തിനാണ്? നികുതി ഒഴിവാക്കി കൊടുത്താൽ ജനം കൂടെ നിൽക്കും. പകരം നമ്മുടെ കയ്യിലുള്ളത് ഒന്ന് ജനങ്ങളെ ഏൽപ്പിക്കുക. ഇനി മുതൽ ആരും രാഷ്ട്രത്തിന് നികുതി തരേണ്ടതില്ല, പക്ഷെ രാജ്യത്തിന്റെ ഔദ്യോഗിക മതമായി വഹാബിയത്ത് സ്വീകരിക്കണം. വഹാബിയത്ത് സ്വീകരിച്ചവരെ മാത്രം മുസ്ലിമായി പരിഗണിക്കും. അല്ലാത്തവർ ഹർബിയായ കാഫിറായിരിക്കും. അവരുടെ രക്തവും ധനവും രാഷ്ട്രത്തിന് ഹലാലാവും. അപ്പോൾ ഇരട്ടി വരുമാനായി. തിരിഞ്ഞിട്ടില്ല. നിങ്ങൾ ഇവിടെ ഉണ്ടോ? ചരിത്രം പഠിച്ചു നോക്ക്. റഹ്മത്തുള്ളാഹിന്റെ മേൽ കണ്ണുരുട്ടിയിട്ട് ഒരു കാര്യമല്ല, പഠിച്ചു നോക്ക്, വിഷയം പഠിക്കും. ഓരോരോ കാര്യങ്ങൾ പഠിക്കണം. പഠിക്കാതെ ഓരോരുത്തരും മേലക്ക് ചാടും. കഴിഞ്ഞ ആഴ്ച കാസിമിയുടെ അടിയന്തരം വരെ കഴിഞ്ഞു എന്നാ ചില ആളുകൾ വിചാരിച്ചത്. കഴിഞ്ഞ് ഇയാൾ വീണു, ഇയാളെ കഥ കഴിഞ്ഞു പോയി എന്നാണ് വിചാരിച്ചത്. ഞാനും തന്നെ വസൂരി ഉള്ളത്ര പൊങ്ങട്ടെന്ന് വിചാരിച്ചു മിണ്ടാതെ ഇരുന്ന്. വസൂരിക്ക് പെട്ടെന്ന് മരുന്ന് കൊടുത്താൽ അത് വേറെ എന്തെങ്കിലും കൊലത്തിൽ ചാടും. പൊന്താനുള്ള അത്ര പൊന്തട്ടെന്ന് വിചാരിച്ച മിണ്ടാതെ ഇരുന്ന്. അത്യാവശ്യം വസൂരി മുഴുവൻ പൊന്തിയപ്പോഴാണ് അടുത്തൊരു ഡോസ് കൊടുത്തത്. അവിടുന്ന് എണീക്കാൻ കഴിയില്ല. അള്ളാഹുവിന്റെ സഹായത്താൽ. ഞാൻ പുതിയൊരു സംഗതി കൂടി പറഞ്ഞിട്ടുണ്ട്. അതിപ്പം അതുമ്മൽ തപ്പുന്ന പണിയേറ്റോ ആയിരിക്കും അവർ നീങ്ങുന്നത്. എന്നോട് ഈ അടുത്ത ദിവസം ഒരാൾ ചോദിച്ചു, എന്നാണ് മനുഷ്യ നിങ്ങളെ പറ്റിയുള്ള ഈ വിവാദം അവസാനിക്കാൻ? ഞാൻ പറഞ്ഞു, എടോ ഞാൻ മരിക്കണം തന്നെയാണ് വിവാദം അവസാനിക്കാൻ. അതിന് മുമ്പ് വിവാദം അവസാനിക്കൂല. എന്തുകൊണ്ട്? നമ്മൾ അവർ പറയുന്നവരല്ല, ഇമാമിയങ്ങൾ പറയുന്നവരാണ്. അത് ഇവർക്ക് നന്യുമാണ്. അവരെ ബുക്ക് നോക്കി പ്രസംഗിക്കുന്ന പണി എന്ന് നമ്മൾ തുടങ്ങിയോ അന്ന് നമ്മൾ നശിച്ചു. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ ഇത് തന്നെ ഇത് വിശദീകരിക്കുന്നില്ല. ഞാൻ ചില ഭാഗങ്ങൾ മാത്രം പറയാണ്. അന്ന് തുടങ്ങിയതാണിത്. മുഹമ്മദ് ബിൻ സഊദ് എന്ത് ചെയ്തു? മുഹമ്മദ് ബിൻ സഊദ് മുഹമ്മദ് അബ്ദുൽ വഹാബും തമ്മിൽ, അതാണ് ഇന്നും നമ്മൾ സൗദിയിൽ കാണുന്ന ആലു സഊദ്, ആലു ഷെയ്ഖ്. മനസ്സിലാവണില്ല. അവിടെ 2 വിഭാഗമാണ് ഭരണം നടത്തുന്നത്, ആലു സഊദും ആലു ഷെയ്ഖും. ആലു ഷെയ്ഖ് എന്നാൽ ഷെയ്ഖിന്റെ കുടുംബം. ആരാ ഷെയ്ഖ്? മുഹമ്മദ് അബ്ദുൽ വഹാബ്. ആലു സഊദ് കുടുംബം അവർ തമ്മിൽ വലിയ ബന്ധത്തിലാണ്. മനസ്സിലായില്ലേ? വഹാബിയത്ത് സ്വീകരിക്കാത്തവരെ മുഴുവനും ഇവർ രണ്ടാളും ചേർന്ന് കാഫിറായി പ്രഖ്യാപിച്ചു. അവർക്കെതിരെ യുദ്ധം ചെയ്തു. ആ നാടുകളിൽ നിന്ന് വലിയ സൈനിക ശക്തി ഉണ്ടാക്കി. അങ്ങോട്ട് മുന്നോട്ട് പോയി. ചില്ലറ കാലം കൊണ്ട് അവർ മക്കായും മദീനായും പിടിച്ചടക്കി. ബഹുമാനപ്പെട്ട മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അല്ലാത്ത മഖ്ബറകളെല്ലാം അവർ പൊളിച്ചു കളഞ്ഞു. അതിനുവേണ്ടി അവർ 10,000 മുഅ്മിനീങ്ങളെ അറുത്തു കൊന്നു. 10,000 മുഅ്മിനീങ്ങളെ അറുത്ത് കൊന്നു. പരിശുദ്ധ റൗള കൊള്ളയടിച്ചു. റൗളയും പൊളിക്കാൻ ആളെ നിശ്ചയിച്ചിരുന്നു. പക്ഷെ നിശ്ചയിക്കപ്പെട്ട തൊഴിലാളികൾ പെട്ടെന്ന് ഒരാഴ്ച കൊണ്ട് മരിച്ചു. അപ്പോൾ അതിൽ നിന്ന് അവർ പിൻവാങ്ങി. ഇത് ഇങ്ങനെ വിടാൻ പറ്റൂല. അപ്പോഴത്തിന് മുഹമ്മദ് അബ്ദുൽ വഹാബും മുഹമ്മദ് സഊദും ഒക്കെ മരിച്ചിട്ടുണ്ട്. മുഹമ്മദ് ബിൻ സഊദിന്റെ മകനാണ് അബ്ദുൽ അസീസ് ബിൻ മുഹമ്മദ്. അദ്ദേഹം ഒരു ലരീറുൽ ബസറായിരുന്നു. കാഴ്ചക്ക് സുഖമില്ലാത്ത ആളായിരുന്നു. പക്ഷെ അദ്ദേഹം വലിയ ക്രൂരനായിരുന്നു. അദ്ദേഹത്തിന്റെ കാലത്താണ് മക്കായും മദീനായും പിടിച്ചടക്കിയത്.
അദ്ദേഹത്തിന്റെ പുത്രനാണ് അബ്ദുല്ലാഹി ഇബ്നു അബ്ദുൽ അസീസ്. ഈ ആളുകളെല്ലാം ഇന്നത്തെ ആളുകളെ പറ്റിയല്ല പറയുന്നത്. മുസ്ലിം ലോകം മുഴുവനും ആ കാലഘട്ടത്തിൽ ഒരു ഖിലാഫത്തിലായിരുന്നു. ഏത് ഖിലാഫത്തിൽ? തുർക്കി ഖിലാഫത്തിൽ. കൂട്ടത്തിൽ ഞാൻ പറയട്ടെ, ലോക ചരിത്രത്തിൽ യൂറോപ്പിനെ പൊങ്ങാൻ കഴിയാത്തൊരു രാഷ്ട്രം ലോക ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തുർക്കി ഖലീഫമാരാണ്. ഇന്നത്തെ അമേരിക്കയുടെ 10 ഇരട്ടി വലിപ്പവും ഇന്നത്തെ അമേരിക്കയുടെ 1000 ഇരട്ടി സാമ്പത്തിക ശക്തിയും സൈനിക ശക്തിയുമുള്ള രാജ്യമായിരുന്നു ഏത്? തുർക്കി. ഒന്നും കൂടി പറയാം, ഈ പറഞ്ഞ വർത്താനം ഒന്നും കൂടി പറയാം. ഇന്നത്തെ അമേരിക്കയുടെ 10 ഇരട്ടി വലിപ്പവും 1000 ഇരട്ടി സൈനിക സാമ്പത്തിക ശക്തിയുമുള്ള രാജ്യമാണ് AD 15-ാം നൂറ്റാണ്ട് മുതൽ AD 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കം വരെ തുർക്കി. ഈ തുർക്കിയെ നശിപ്പിച്ചാൽ അല്ലാതെ ജൂതർക്ക് ലോകത്ത് ഒന്നും ചെയ്യാൻ കഴിയൂല. ജൂതർക്കും ജൂതരുമായി ബന്ധപ്പെട്ട പലർക്കും, എല്ലാരും കൂടെ പേര് ഞാൻ പറയുന്നത്, എണീറ്റ് നിൽക്കാൻ കഴിയില്ല എന്ന് അവർ മനസ്സിലാക്കി. അതിനവർ എന്ത് ചെയ്തു? തുർക്കി ഖിലാഫത്തിനെ നശിപ്പിക്കാൻ വേണ്ടി മുസ്ലിം രാജ്യങ്ങളിൽ നിന്ന് വിമതന്മാരെ ഉണ്ടാക്കി. അങ്ങനെ ഉണ്ടാക്കിയ വിമത ഗ്രൂപ്പാണ് എന്ത്? വഹാബിയത്ത്. അവരേത് കാലഘട്ടത്തിൽ ഇവർക്ക് ഒത്താശകൾ ചെയ്തു? അതിനിടയിൽ എന്തുണ്ടായി? ഈ വിഭാഗങ്ങൾ ചേർന്ന് ഹിജാസിലും പരിസരത്തുമുള്ള, അങ്ങോട്ട് നോക്ക്, ഹിജാസിലും പരിസരത്തുമുള്ള തുർക്കി ഖിലാഫത്തിനെ കയ്യേറ്റം ചെയ്തു. ഗവർണർമാരെ കയ്യേറ്റം ചെയ്തു. ആ നാടുകൾ പിടിച്ചടക്കി. അങ്ങനെ ഇരിക്കവേ ആണ് AD 1809 കരുത്തനായ തുർക്കിയുടെ മിസ്റിലേക്കുള്ള ഗവർണറായിരുന്നു മുഹമ്മദ് അലി പാഷ. ഞാൻ ചരിത്രം ഒരു മിനിറ്റ് കൊണ്ട് പറയാം, എല്ലാം കൂടെ പറഞ്ഞാൽ ഒന്നും നിങ്ങൾ തലേ കയറൂല. അതിലൊന്നും നമ്മളെ ആളുകൾക്ക് വിഷയവും ഇല്ല. കൂട്ടത്തിനൊരു കാര്യം പറയട്ടെ, ചരിത്രം പഠിക്കാതെ സുന്നത്യമായിട്ട് പഠിക്കാൻ കഴിയൂല. ഈ ലോകം വന്ന ഒരു ചരിത്രമുണ്ട്, അത് പഠിക്കാൻ അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ. നല്ലവരുടെയും മോശപ്പെട്ടവരെയും ചരിത്രം പഠിച്ചോളി, അതന്നെ ഹിദായത്ത്. നിങ്ങൾ ഇവിടെ ഉണ്ടോ ആവോ? ഹിദായത്ത് വേണമെന്ന് പറഞ്ഞു ദ്വാർന്നപ്പോ അള്ളാഹ് അതിന് വഴി പറഞ്ഞു കൊടുത്തു. എന്ത്? സിറാത്തല്ലദീന അൻഅംത അലൈഹിം, നല്ലവരെ ചരിത്രം പഠിച്ച് അവരെ പിന്നാലെ പോവുക. മോശപ്പെട്ടവരെ ചരിത്രം പഠിച്ചിട്ട് അവരെ ഭാഗത്ത് പോകാതിരിക്കുകയും ചെയ്യുക. ഇതാണ് എന്ത്? ഹിദായത്ത്. എന്താന്നറിയില്ലേ? ഇതാണ് എന്ത്? പറ, എന്റെ കൂടെ പറ. ഇതാണ് എന്ത്? ഹിദായത്ത്. ചരിത്രം പഠിക്കാതെ നടക്കൂല. ഇസ്ലാമിക വിരുദ്ധർ ആദ്യം വന്നാൽ ചരിത്രം നശിപ്പിക്കും, ചരിത്രം അട്ടിമറിക്കും. കാരണം ചരിത്രം വന്നാൽ അവർക്ക് പിടിച്ചിക്കാൻ കഴിയില്ല. മക്കയും മദീനയും വരെ ഇവർ പിടിച്ചടക്കി കാലാന്തരത്തിൽ. അപ്പോഴാണ് മുഹമ്മദ് അലി പാഷ ഭയങ്കര കരുത്തനായിരുന്നു. അയാൾ AD 1805 മുതൽ AD 1848 വരെ മിസ്ർ ഭരിച്ച ഭരണാധികാരിയാണ് മുഹമ്മദ് അലി പാഷ. അദ്ദേഹം AD 1809 വഹാബികളിൽ നിന്ന് മക്കയും മദീനയും മോചിപ്പിക്കാൻ വേണ്ടി പട്ടാളവുമായി മിസ്റിൽ നിന്ന് ഹിജാസിലേക്ക് വന്നു. 1809 എംബുഴ മോചിപ്പിച്ചു. 1811 മദീന വഹാബികളിൽ നിന്ന് മോചിപ്പിച്ചു. 1813 മക്കായി മോചിപ്പിച്ച് വഹാബികളെ തുരത്തി. അവസാനമായ വഹാബി ഭരണാധികാരിയായ തുർക്കി എന്ന ഭരണാധികാരിയെ, തുർക്കി ബിൻ അബ്ദുല്ല, ആ ഭരണാധികാരിയെ ഇസ്താൻബൂളിൽ കൊണ്ടുപോയി തൂക്കിക്കൊന്നു. അതോടുകൂടെ ലോക ചരിത്രത്തിൽ നിന്ന് വഹാബിയത്ത് എടുത്തുപോയി. ഏതുവരെ? AD 1897 ലോകത്തെ ജൂതന്മാർ വീണ്ടും ഒരു കളി കളിച്ചു. ലോകത്തെ ജൂതായുസത്തിന് വേണ്ടി ഒരു സംഘടനയുണ്ട്, അറിയോ? ജൂതന്മാർക്ക് ഒരു സംഘടന ഉണ്ട് ലോകത്ത്, അറിയോ? നിങ്ങൾക്ക് നേരം വൈകുന്നുണ്ടോ? നിങ്ങൾക്ക് വിശപ്പുണ്ടോ? 10 മിനിറ്റ് കൊണ്ടാണ് ഞാൻ ഈ ഭൂതത്തിനെ കുടത്തിലാക്കി തരാം. ഇത് ഭൂതാണ്, ഇത് കുടത്തിലാക്കി തരാൻ ഞാൻ 10 മിനിറ്റ് നിങ്ങൾ ഇതിന്റെ കൂടെ ഇരുന്നാൽ മതി. അല്പങ്ങൾ ഇത് മനസ്സിലാക്കണം. വിശദമായി ഞാൻ പിന്നെ പറയും. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇത് ഞാൻ എനിക്ക് ആഗ്രഹം ഉണ്ട്. കുറച്ച് ഉസ്താദുമാരും എല്ലാവരും ഉണ്ട്. ഒഴിവുള്ള സമയം ഇസ്ലാമിക ചരിത്രം പഠിക്കണം.
അള്ളാഹു നമുക്ക് തൗഫീഖ് തന്നു. അടിച്ചു വരെ നേരം പരിശാക്കണമെങ്കിൽ ഇന്നലെ വന്ന ഇസ്ലാമിന്റെ ചരിത്രം മനസ്സിലാവേണ്ട പറയുന്നത്. ഇന്നിപ്പോ നമ്മൾ ഒരു കാര്യം ചെയ്യാൻ നമ്മൾ അടിസ്ഥാനം എന്താ? ഒരു കാര്യം, ഒരു വിഷയത്തിൽ നമ്മൾ നിയമം നോക്കുന്നതിനേക്കാൾ നല്ലത്, നിയമം എന്താന്ന് നമ്മൾ പോലത്തെ പെട്ടെന്ന് മനസ്സിലാവില്ല, അതിനേക്കാൾ നല്ലത് എന്താണ്? മുൻഗാമിയായ സ്വാലിഹിലേക്ക് മടങ്ങാം. ഷാഫി ഇമാം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? മനസ്സിലായില്ല. ഹനഫി ഇമാം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ചരിത്രം നോക്കാത്ത ആൾ വെറും പേജ് നോക്കും. പേജ് നോക്കിയവർക്ക് പേക്കും. ഒരു പെണ്ണ് കഴിഞ്ഞ 4-5 മാസം 4-5 ആഴ്ച മുമ്പ് ജുമാക്ക് ഇമാമത്ത് നിന്നു. എന്താണ് നിങ്ങൾ ഇമാമത്ത് എന്നത് ടീച്ചറോട് ചോദിച്ചപ്പോ ടീച്ചർ പറഞ്ഞ് ഖുർആനാകെ നോക്കിയിട്ട് ആണെന്നെ ഇമാമത്ത് നിൽക്കണമെന്ന് ഒരായത്ത് കണ്ടില്ല. മനസ്സിലായോ പറഞ്ഞത്? എന്തുകൊണ്ട്? നമ്മളോട് ചോദിച്ചാൽ നമ്മളിപ്പോ എന്താണ് ഇങ്ങനെ വടി എടുക്കണേ, എന്താ നമ്മളിപ്പോ ഇമാമത്തല്ല മിമ്പർമ കയറുമ്പോ എന്തുണ്ട്? വടി വടി വടി. ഈ വടി ഉണ്ട്, ഈ വടി മുത്തുനബി എടുത്തിട്ടുണ്ട്, പിന്നെ സിദ്ദീഖ് എടുത്തിട്ടുണ്ട് റളിയല്ലാഹു അൻഹു, ഫാറൂഖ് എടുത്തിട്ടുണ്ട് റളിയല്ലാഹു അൻഹു. ചിന്തിക്ക്. ഞാൻ കഴിഞ്ഞ മാസം ബുഖാരി ഇമാമിന്റെ പഴയ സോവിയറ്റ് റഷ്യയുടെ ഭാഗമാണ് ബുഖാറ. സമർക്കണ്ടിലെ ഭാഗത്ത് പിന്നെ ഹർട്ടങ്ക് വില്ലേജിലാണ് ബുഖാരി ഇമാമിന്റെ മക്ബറ. അവിടെ പോയിരുന്നു. അവിടെ പള്ളിയിൽ സിയാറത്തിന് വേണ്ടി പോയപ്പോ പള്ളിയിലെ വടി എന്ന് പറഞ്ഞാലോ അല്ലോ, ആ വടി ഒന്ന് എടുക്കണമെങ്കിൽ തന്നെ നല്ല ആട്ട് ബിരിയാണി തിന്നണം. ചെറിയ വടിയൊന്നും അല്ല, ഇത്ര വലുപ്പമുണ്ട്, ഒരു മോലിയാര് പിടിക്കുന്ന വടി. ഞാൻ ആ വടി ഒന്ന് എടുത്തിട്ട് അതിന്റെ ഫോട്ടോ എടുത്തു. കാരണം മനസ്സിലായില്ല, വലിയ വടിയാ. കാരണം ഈ വടി നിഷേധിക്കുന്നവരുണ്ട്. നമ്മളോടൊരാൾ ചോദിച്ചാൽ എന്താ മോൻസിലാരെ ഞങ്ങൾ വടിയെടുക്കുന്ന വെച്ചാൽ നമ്മൾ വേഗം പറയാ ഖുർആനിൽ ഉണ്ട് ഇല്ല എന്നല്ല, അത് വേറെ വിഷയം. ഖുർആനിൽ അതും അതിനപ്പുറമൊക്കെ ഉണ്ടാവും, അതല്ല വിഷയം. വിഷയം എന്താ പറയാ? അത് ബുഖാരി ഇമാം എടുത്തിട്ടുണ്ട്, മനസ്സിലായില്ലേ? അത് ഷാഫി ഇമാം എടുത്തിട്ടുണ്ട്, അത് ഉമർ ഇബ്നുൽ ഖത്താബ് എടുത്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ ചരിത്രം. നേരെ മറിച്ച് ഇവരെ പോലത്തെ പറയാൻ എന്തില്ല, പറ എന്തില്ല? ചരിത്രമില്ല. ചരിത്രം മരിപ്പിച്ചാലേ അവർക്ക് നിലനിൽക്കാൻ കഴിയൂ. ചരിത്രം നിലനിന്നാലേ സുന്നത്യമായി നിലനിൽക്കൂ. കാരണം ഇസ്ലാം ഇന്ന് രാവിലെ ഉണ്ടായതല്ല. ഇവിടെ സാലിഹ്യങ്ങളായ മുഅ്മിനീങ്ങളുടെ 1400 കൊല്ലത്തെ ചരിത്രത്തിലാണ് ഇന്നത്തെ സുന്നത്തമായത്. അവർക്ക് പേച്ചാൽ അവർക്ക് മുഴുവനും കൂടി പേച്ചെന്ന് ഒരാൾ പറഞ്ഞാൽ വിഡ്ഢിയാണ്. മനസ്സിലായില്ലേ പറഞ്ഞത്? അതുകൊണ്ടാണ് അള്ളാഹു എന്ത് പറഞ്ഞേ? ഹിദായത്ത് വേണമെന്ന് പറഞ്ഞപ്പോ ഖുർആൻ കലക്കി കുടിച്ചോന്നല്ല പറഞ്ഞത്. സിറാത്തല്ലദീന സിറാത്തല്ലദീന അൻഅംത അലൈഹിം. സത്യത്തിൽ അടിമ അള്ളാഹിന്റെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിക്കാണ്, അള്ളാഹ് ഖുർആനിലെത്തി ചോദിച്ചു, അള്ളാഹ് ഹിദായത്ത് തരണേ. അള്ളാഹ് നേരെ അവിടുന്ന് തിരിച്ച് വേറെ ഓഫീസിലേക്ക് പറഞ്ഞേക്കാ ചെയ്യണത്. നിങ്ങൾ ഇവിടെ ഇല്ലല്ലോ, മനസ്സിലായില്ല? ഖുർആനിലേക്ക് ചെന്ന് അടിമ ചോദിക്കാണ് എന്ത്? ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. അപ്പൊ അല്ലാഹു തആലക്ക് പറഞ്ഞൂടായിരുന്നോ ഹിദായത്തല്ലേ വേണ്ടത്? ഇതിന്റെ താഴെ അൽ ബഖറ ഉണ്ട്, അത് ഓദിക്കോ. അതിന്റെ താഴെ ആലി ഇംറാൻ ഉണ്ട്, അത് ഓദിക്കോ എന്നല്ല പറഞ്ഞത്. എന്നെ പറഞ്ഞത് സിറാത്തൽ ലദീന. ഹിദായത്ത് നിനക്ക് വേണമെങ്കിൽ നിന്റെ മുമ്പ് കഴിഞ്ഞു പോയ സാലിഹ്യങ്ങളെ ചരിത്രം പഠിക്കാം. എന്നിട്ട് അവര് പോയതുപോലെ ഇയാള് പോവന്നെ. സാലിഹ്യങ്ങൾ പേപ്പിക്കൂല. ഖുർആന് തോന്നിയ പോലെ മാന വെച്ചാൽ പേക്കുന്ന അള്ളാഹ് തന്നെ പറഞ്ഞു. എന്നാ ഖുർആൻ ആകെ തപ്പി നോക്കിയാൽ ഒരു സാലിഹ് മനുഷ്യനെ പേപ്പിക്കും എന്നൊരായത്ത് ഇല്ല. നിങ്ങൾ ഇവിടെ ഉണ്ടോ ആവോ? തലക്ക് നേരെ നിർത്തി ചിന്തിക്കണം. അപ്പൊ ഒരാൾക്ക് ചോദിക്കാം, സാലിഹ് ഖുർആന്റെ മേലെയാണോ മൂല്യരേൻ? 2 ആഴ്ച ചോദിക്ക്, 3-ാമത്തെ ആഴ്ച മറുപടി പറയും. അള്ളാന്റെ കലാമിൽ അള്ളാഹ് പറഞ്ഞിട്ടുണ്ട് എന്ത്? ഖുർആൻ സാലിഹിനെ അവലംബിക്കാതെ ഖുർആൻ നോക്കിയാൽ പറ പേക്കും. യുളില്ലു ബിഹി കസീറാ. പേക്കും. അല്ലാഹു തആല കാക്കട്ടെ. ഖുർആൻ ആകെ തപ്പിയാല് ഒരു സാലിഹ് മനുഷ്യനെ പേപ്പിക്കും എന്നൊരായത്ത് ഇല്ല എന്നല്ല. ഉലൈകല്ലദീന ഹദാഹുമുല്ലാഹ്. സാലിഹ്യങ്ങൾ അല്ലാഹ് ഹിദായത്ത് കൊടുത്തവരാണ്. ഫബിഹുദാഹും മുഖ്തദി. അവരെ പിൻപറ്റി ഇയാൾ പോയിക്കോ, നിനക്ക് ഹിദായത്ത് കിട്ടുന്നു. മനസ്സിലാവണില്ലേ? ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ചരിത്രം പഠിക്കണം.
മുഹമ്മദ് അലി പാഷ 1809 മുതൽ 1813 വഹാബികളെ മക്കയിൽ നിന്ന് മദീനയിൽ തുരത്തിയിട്ട് വീണ്ടും തുർക്കി ഖിലാഫത്തിനെ സ്ഥാപിച്ചു. സുന്നത്യമായത്തിന്റെ അഖീദ അനുസരിച്ച് മക്കയും മദീനയും ലോകം മുന്നോട്ട് പോയി. അപ്പോൾ ഇത് യൂറോപ്യർക്ക് തലവേദന ഉണ്ടാക്കി. കാരണം യൂറോപ്യരുടെ ഏജന്റുമാരാണ് എന്നും ആര്? വഹാബികൾ. 1897 തിയഡോർ ഹഡ്സൽ എന്ത് ചെയ്തു? സിയോണിസം ഉണ്ടാക്കി. ജൂതന്മാരുടെ രാഷ്ട്രപിതാവാണ് തിയഡോർ ഹഡ്സൽ. AD 1897 തിയഡോർ ഹഡ്സല് സിയോണിസം ഉണ്ടാക്കിയപ്പോൾ അവരുടെ പ്രധാനപ്പെട്ട തീരുമാനം അറബ് രാജ്യങ്ങളുടെ നടുവിൽ ഇസ്രായേലികൾക്ക് രാഷ്ട്രം ഉണ്ടാക്കണമെന്നാണ്. അതിന് ആരെ തന്നെ കൂട്ടുപിടിക്കണം? അറബികളിൽപ്പെട്ട ഒരു വിഭാഗത്തെ. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലാവുണ്ടോ? 1897 എന്തുണ്ടാക്കിയത്? സിയോണിസം. സിയോണിസം ഉണ്ടാക്കിയ ആള് തിയഡോർ ഹഡ്സലാണ്. അയാളാണ് ഇസ്രായേലി രാഷ്ട്രപിതാവ്. നമ്മുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജി ആയതുപോലെ ഇസ്രായേലിന്റെ രാഷ്ട്രപിതാവാണ് ആര്? തിയഡോർ ഹഡ്സൽ. പക്ഷെ ഹഡ്സൽ ഇസ്രായേലി രാജ്യം കണ്ടിട്ടില്ല. അതിന് മുമ്പ് അയാൾ മരിച്ചുപോയി. പക്ഷെ അയാൾ ഉണ്ടാക്കിയ ഈ പ്രസ്ഥാനം കൊണ്ടാണ് എന്തുണ്ടായത്? നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാവണില്ലേ? തിയഡോർ ഹഡ്സൽ ഏത് രാഷ്ട്രം സ്ഥാപിച്ചപ്പോൾ ഇല്ല, ഇസ്രായേൽ രാജ്യം ഇല്ല. പക്ഷെ അയാൾ ഉണ്ടാക്കിയ 1897 അയാൾ ഉണ്ടാക്കിയ സിയോണിസത്തിന് അറബ് ലോകത്ത് അവർ ചില കളികൾ കളിച്ചു. അങ്ങനെ ഉണ്ടായതാണ് ഇസ്രായേൽ രാഷ്ട്രം. അതിനവർ ചെയ്തത് അറബികളിൽ നിന്നൊരു വിഭാഗത്തെ എന്ത് ചെയ്യണം? അടർത്തി എടുത്തിട്ട് തുർക്കിക്കെതിരെ അടിച്ചിട്ട് ഒരു കാലത്തും തുർക്കി എന്ന സാമ്രാജ്യം ഇല്ലായ്മ ചെയ്തുകൊണ്ട് വന്നാലല്ലാതെ നമുക്കൊരു ഇസ്രായേൽ രാഷ്ട്രം സ്ഥാപിക്കാൻ കഴിയില്ല. 1897 മുതൽ 17 വർഷം അധ്വാനിച്ചു. അപ്പോൾ അവരുടെ കാര്യം പ്രാവർത്തികമായി. ഒന്നാം ലോക മഹായുദ്ധം വന്നു 1914. എന്തിനാണ് ഒന്നാം ലോക മഹായുദ്ധം ഉണ്ടാക്കിയത്? തുർക്കിയെ നശിപ്പിക്കാൻ. തുർക്കിയെ നശിപ്പിക്കാനുള്ള ഒന്നാം ലോക മഹായുദ്ധത്തിലെ സഖ്യകക്ഷികൾ അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ്, റഷ്യ, ചൈന, വഹാബികൾ. നിങ്ങൾ ഇവിടെ ഉണ്ടോ? ഇതാണ് ഇപ്പൊ എനിക്കെതിരെയുള്ള പ്രശ്നം. ഞാൻ അതും വേണമല്ലോ പറയാ. എന്താണ് ഇപ്പൊ എല്ലാരും ഒഴിവാക്കിയിട്ട് സോഷ്യൽ മീഡിയയിൽ മുഴുവനും എന്റെ കുറ്റം നോക്കുന്ന പണിയാണ്. അതിന് കാരണം എന്താണെന്നറിയോ? കാരണം ഞാൻ കഴിഞ്ഞ കൊല്ലങ്ങളായിട്ട് ചരിത്രം പഠിച്ചു കൊണ്ടേയിരിക്കുക. അള്ളാന്റെ സഹായത്താൽ ഈ വസ്തുത വെളിച്ചത്താണ് കൊണ്ടുവന്നപ്പോൾ അനങ്ങാൻ കഴിയില്ല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല? നമുക്ക് അന്തോ ഇല്ലല്ലോ. നമുക്ക് അല്ലാഹുവിന്റെ തൗഫീഖിനാൽ എന്തില്ല? എന്തില്ല? നമ്മള് മാപ്പിളാർക്ക് പടച്ച തമ്പുരാന്റെ തൗഫീഖിനാൽ എന്തില്ല? ഒന്നാം ലോക മഹായുദ്ധം പറഞ്ഞിട്ട് ഒരു ഉരുള മുണുങ്ങും, രണ്ടാം ലോക മഹായുദ്ധം മുണുങ്ങുന്ന മറ്റേ ഉറങ്ങി മുണുങ്ങുന്നല്ലാതെ എന്താണ് ഈ ഒന്നാം ലോക മഹായുദ്ധം? നിങ്ങൾ ആരെയും പഠിച്ചോ? നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാവുന്നുണ്ടാ? ഇതൊന്ന് പഠിച്ചൂടെ? എന്തിനാണ് ചങ്ങാതി ഒന്നാം ലോക മഹായുദ്ധം ഉണ്ടാക്കിയത്? മുസ്ലിം ലോകത്തെ നശിപ്പിക്കാൻ. ആരാ സഖ്യകക്ഷികൾ? അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ്, റഷ്യ, ചൈന, വഹാബികൾ. മുസ്ലിം ലോകത്തിന് അവർ സംഘത്തെ എടുത്തു. 17 കൊല്ലം കൊണ്ട് ഇവരും തമ്മിൽ സഖ്യകക്ഷികളായി അവർ കരാറിൽ ഒപ്പിട്ടു. എന്ത്? പ്രധാനപ്പെട്ട കണ്ണായ സ്ഥലങ്ങൾ യുദ്ധം കഴിഞ്ഞാൽ ഞങ്ങൾക്ക് തരണം. 1917 ഒന്നാം ലോക മഹായുദ്ധം അവസാനിച്ചു. അപ്പോൾ വെട്ടി കഷ്ണങ്ങളാക്കി പ്രധാനപ്പെട്ട ഏരിയകൾ വഹാബികൾക്ക് കൊടുത്തു. അന്ന് മുതൽ തുടങ്ങിയതാണ്. മനസ്സിലാവുണ്ടോ പറഞ്ഞത്? നിങ്ങൾ എന്റെ കൂടെ അല്ലേ? മനസ്സിലായോ പറഞ്ഞത്? എന്നാൽ എന്ത് കൊടുത്തില്ല? ജെറൂസലേം കൊടുത്തില്ല. ട്രാൻസ് ജോർദാൻ എന്ന പേരിലുള്ള ഏരിയ ആയിരുന്നു. എന്ത്? മനസ്സിലായില്ല? അമേരിക്കയും ബ്രിട്ടനും തുർക്കിയുടെ കയ്യിലുള്ള ഭൂമി പിടിച്ചടക്കിയിട്ട് കഷ്ണം വെട്ടിയിട്ട് ഓരോ റബ്ബർ സ്റ്റാമ്പ് പോലത്തെ ഭരണാധികാരികളാകുന്ന വഹാബികളെ ഏൽപ്പിച്ചു. ഒന്നാം ലോകമായുധം കഴിഞ്ഞപ്പോൾ ഞാൻ ചുരുക്കി പറയാം, വിശദീകരിച്ച ഒരുപാടുണ്ട് പറയാൻ. എന്നാൽ എന്ത് കൊടുത്തില്ല? ജെറൂസലേം കൊടുത്തില്ല. ജെറൂസലേമിന് അവരെന്ത് ചെയ്തു? സ്വന്തം കൈവശം വെച്ചു. എന്നിട്ട് 1917 മുതൽ 1947 വരെ
രണ്ടാം ലോക മഹായുദ്ധം 46 അവസാനിച്ചു. അതുവരെ ലോകരാജ്യങ്ങളിൽ നിന്ന് ജൂതന്മാരെ ബ്രിട്ടൻ പണവും സൗകര്യവും ചെയ്ത് നേരെ അങ്ങോട്ട് കൊണ്ടുവന്നു. ആ കാലം വരെ ബ്രിട്ടന്റെ കൈവശമായിരുന്നു എന്ത്? ഈ ജെറൂസലേം. നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാവണില്ലേ? യുദ്ധം കഴിഞ്ഞു, ബാക്കിയൊക്കെ ഓരോരുത്തരെ ഏൽപ്പിച്ചു. ഇത് ബ്രിട്ടൻ നേരിട്ട് കൈവശം വെച്ചു. എന്തിന്? ലോകരാജ്യങ്ങളിൽ നിന്ന് വരെ ആരെ എത്തിക്കണം? ജൂതന്മാരെ അവിടെ ഇല്ല. നമ്മളെ നാട്ടിലെ ജൂതന്മാര് വരെ ഇവിടുന്ന് കൂടി ഒഴിച്ചു പോയി. മനസ്സിലായില്ല? നമ്മുടെ നാട്ടിൽ മട്ടാഞ്ചേരിയിൽ ചരിത്രം പഠിക്ക്. മട്ടാഞ്ചേരിയിൽ വരെ ജൂതന്മാരുണ്ടായിരുന്നു. ആ ജൂതന്മാരെല്ലാം ഈ വർഷത്തിനിടയിൽ എങ്ങോട്ട് പോയി? ജെറൂസലേമിലേക്ക് പോയി. ജെറൂസലേമിൽ എല്ലാവിധ സൗകര്യം ചെയ്തു കൊടുത്തു. കാരണം ആരുടെ കയ്യിലാണ്? ബ്രിട്ടന്റെ കയ്യിലാണ്. ഈ സമയത്തിന്റെ ഉള്ളിൽ ബ്രിട്ടൻ എന്ത് ചെയ്തു? പ്രധാനപ്പെട്ട ഗ്രാമങ്ങളിൽ നിന്ന് മുസ്ലിമീങ്ങളെ കുടിയിറക്കി. അവരെല്ലാം ഇവരുടെ പുതിയ പുതിയ സിവിലൈസേഷൻ അഡ്വാൻസ് ചെയ്തു. ജൂത സിവിലൈസേഷൻ 1946 രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചപ്പോൾ 47 ബ്രിട്ടൻ പ്രഖ്യാപിച്ചു എന്ത്? 917 തന്നെ പ്രഖ്യാപിച്ചിരുന്നു ജെറൂസലേമിൽ ജൂതരാട്ടം ഉണ്ടാക്കുമെന്ന്. അതിന്റെ അതിരുകൾ നിശ്ചയിച്ചു. 48 ജൂതരാട്ടം നിലവിൽ വന്നു. അതാണ് ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ജൂതരാട്ടത്തിന്റെ യഥാർത്ഥ പിതാക്കൾ ആരാ? പറകുട്ടി, എന്താ ഈ മുതലക്കണ്ണീരിന് എന്ത് മയനുള്ളത്? അത് ഇന്നെ പിടിച്ച് തൂക്കി കൊന്നതുകൊണ്ടില്ലാതെയാവോ? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ആരാണ് ഇന്നത്തെ ഈ ജൂതരാട്ടത്തിന്റെ പിതാക്കൾ? അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ്, റഷ്യ, ചൈന. അവരൊക്കെ ആവാൻ സ്വാഭാവികമാണ്. അവരാ പാർട്ടിയാണല്ലോ. നമ്മളെ കൂട്ടത്തിൽ ആരും എന്താ ചെയ്യുന്നത്? എന്താണ് വിചാരിച്ചത്? ഹജ്ജിന് പോയി തിരിച്ചു വരുമ്പോൾ മുസാഫും കൊണ്ടുവന്നോടുകൂടെ മനസ്സിലാക്കും ഇതൊക്കെ മുസാഫിന്റെ പാർട്ടിയാണ്. എന്നാൽ മുസാഫ് കൊണ്ടല്ലോ കൊടുക്കലാണ് ഇസ്ലാമിയെങ്കിൽ മുത്തുനബി അല്ലേ മുസാഫ് കൊടുത്തേക്കണ്ട്? മുത്തുനബി ആർക്കെങ്കിലും അല്ല മുസാഫ് ഹജ്ജിന് കഴിഞ്ഞ് വരുന്നവർക്ക് കൊടുത്തിരുന്നു? സിദ്ദീഖ് ഞങ്ങൾ കൊടുത്തിരുന്നു. റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നു ഖത്താബ് കൊടുത്തിരുന്നു. മുസാഫ് ഹജ്ജ് കഴിഞ്ഞവർക്ക് ഉസ്മാൻ ബിൻ അഫ്ഫാൻ കൊടുത്തിരുന്നു. ഹജ്ജ് കഴിഞ്ഞ് പോകുന്നവർക്ക് മുസാഫ്. അലി ബിൻ അബി താലിബ് കൊടുത്തിരുന്നു. ഹജ്ജ് കഴിഞ്ഞവർക്ക് മുസാഫ്. അല്ല, ലോകരാജ്യങ്ങൾക്ക് പ്രബോധനത്തിലേക്ക് സ്വഹാബികൾ വന്നപ്പോ അവരൊരു മുസാഫും കൊണ്ടുവന്നിരുന്നു. അവരെന്തുകൊണ്ടാ വന്നത്? നൂറാനിയത്തുൽ മുഹമ്മദിയ്യ, മുസ്തഫ റസൂലുള്ളാഹി ആ നൂറാനിയത്തും കൊണ്ടുവന്നു. ആ മുഹമ്മദിയത്താണ് പ്രചരിപ്പിച്ചു. ലോകം നന്നായി. മനസ്സിലായോ? ഇസ്ലാമായ നാടുകളിലേക്ക് പിന്നെ മുസാഫ് പിന്നെത്തിയതാണ്. ഒരൊറ്റ സ്വഹാബിയും എന്തുകൊണ്ട് വന്നിട്ടില്ല? പറകുട്ടി, എന്തുകൊണ്ട് വന്നിട്ടില്ല? മുസാഫും കൊണ്ട് വന്നിട്ടില്ല. ഇതൊക്കെ ചതിയാണ്. ഈ ചതിയാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് തിരിച്ചറിയണം. ഇതിന് പരിഹാരമില്ലാതെ നമുക്ക് ഒരിക്കലും ജൂതന്മാരെ ജയിക്കാനൊട്ട് കഴിയൂല. അത് ഇന്നല്ലെങ്കിൽ നാളെ ജയിക്കും. ആര് ജയിച്ചിട്ടില്ലെങ്കിൽ ഇതിവിടെ ബഹുമാനപ്പെട്ട മഹ്ദി ഇമാം ഒതുക്കനെ. അതുകൊണ്ട് തന്നെയാണ് എന്ത് സുന്നത്തി ജമാഅത്തിന്റെ പതാക കോടി അടുപ്പിച്ചപ്പോ ബഹുമാനപ്പെട്ട വരക്കൽ ബാലവി മുല്ലക്കോയത്തങ്ങൾ പറഞ്ഞത് എന്ത്? മഹ്ദി ഇമാമിന്റെ കൈ കൊടുക്കും. എന്നാൽ ഈ സ്ഥാപനം സമസ്ത എന്തിനാ തുടങ്ങിയത്? വഹാബിയത്തിനെതിരെ. ഇത് മഹ്ദി ഇമാം പിടിക്കും. എന്നാൽ മഹ്ദി ഇമാം എന്തിനെതിരെ ഇരിക്കും? വഹാബിയത്തിനെതിരെ ഇരിക്കും. ഇനി അത് മനസ്സിലാക്കാൻ അമേരിക്കയിൽ പോയി പഠിക്കണം. പറ മനുഷ്യന്മാരെ, ബുദ്ധി ഉണ്ടായ പോലെ അത് മനസ്സിലാക്കാൻ ഒരു അന്തമില്ലാതെ നടന്നിട്ട് എന്ത് കാര്യം? കുറച്ചൊക്കെ അവരും പറഞ്ഞ ഒരു കാര്യം ഉണ്ട് എന്നാണ്, കുറച്ചല്ല ഫുള്ള് കാര്യം ഉണ്ടെന്നാണ് പറഞ്ഞാളാ. അപ്പൊ ഇതിനൊക്കെ ഞാൻ നീട്ടി പറയുന്നില്ല. ഇത് വിഷയമാണ്. ഇത് ഞാൻ ഈ വർഷം എടുത്ത് വലിച്ച് പുറത്തിട്ടുണ്ട്. ഈ ചരിത്രം മറുപടി പറയാൻ കഴിയില്ല, പറയാൻ തന്നെ കഴിയില്ല. ഇതൊന്നല്ല, അതൊക്കെ ഞാൻ ഒരു ഫസ്റ്റ് ഡോസ് തന്നതാണ്. ഇതൊന്നും അല്ല വർത്താനം, കുറച്ച് വിഷയമുണ്ട്. ഇതൊന്നും അല്ല പറയാനുള്ളത്. ഞങ്ങാൻ കഴിയൂല. അപ്പൊ നമ്മളത് കരുതിയിരിക്കണം. അവര് അത് ആ പ്രവർത്തനം ഇപ്പോൾ ISIS എന്താ ISIS എടുത്ത് എന്താണ് ഈ ISIS എന്ന സാധനം എന്താണ്? സലഫിസം അല്ലാതെ എന്താ ഉള്ളത്? അവര് എവിടെ പോയോ ആ നാടുകളിലെല്ലാം മഹാന്മാരെ മക്ബറ പൊളിക്കും. ബഹുമാനപ്പെട്ട കൂത്തില്
90 കിലോമീറ്റർ ബഗ്ദാദിൽ നിന്ന് ഉള്ളേരിയയിൽ കൂത്തിൽ ബഹുമാനപ്പെട്ട ഷെയ്ഖ് സുൽത്താനുൽ ആരിഫീൻ അഹമ്മദുൽ കബീർ റിഫായി മക്ബറ പൊളിച്ച്. കണ്ട മഹാന്മാരെയൊക്കെ മക്ബറ പൊളിച്ചുകൊണ്ട് അവർ പോണത്. ഈ മക്ബറ പൊളി ആരാ തുടങ്ങിയത്? പറ. മുഹമ്മദ് അബ്ദുൽ വഹാബ്. നവവിമാമിന്റെ മക്ബറ പൊളിച്ച് നവയിലാണ്. നവവിമാന്റെ മക്ബറ നവയിലാണ്. ഡമസ്കസിൽ നിന്ന് നവയിലാണ് എന്ത് എന്നാൽ ഒരു രസമുണ്ട്. ഡമസ്കസിൽ നിന്ന് നവയിലേക്ക് പോകുന്ന വഴിയിൽ ബലദ് എന്നൊരു പ്രദേശമുണ്ട്. അവിടെയാണ് ഇബ്നു തൈമിയ്യയുടെ മക്ബറ. പൊളിച്ചിട്ടില്ല, തിരിഞ്ഞിട്ടില്ല. ആളും ഉടമയില്ലാതെ കിടക്കുന്ന മക്ബറ ഉണ്ട്. അത് പൊളിച്ചതേ ഇല്ല. അത് കെട്ടിപ്പൊക്കിയിട്ടുണ്ട്. ഈ ഉയരത്തിൽ സിമെന്റ് ഇട്ട് കെട്ടിപ്പൊക്കിയിട്ടുണ്ട് ഇവ നേതാവിന്റെ മക്ബറ. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല? ഒന്ന് കേൾക്കി മനുഷ്യന്മാരെ, ഇതൊന്ന് കേൾക്ക്, ഇതൊന്ന് പഠിക്ക് സുന്നികളെ. അവനവന്റെ ചരിത്രം അറിയണ്ടേ? കോൺഗ്രസ്സുകാരന് കോൺഗ്രസിന്റെ ചരിത്രം അറിയണ്ടേ? ലീഗുകാരന്റെ ചരിത്രം അറിയണ്ടേ? കമ്മ്യൂണിസ്റ്റുകാരന്റെ ചരിത്രം അറിയണ്ടേ? സുന്നികൾക്ക് സുന്നികളുടെ ചരിത്രമെങ്കിലും അറിയണ്ടേ? ആ ചരിത്രം പഠിച്ചില്ല ഇവന് എന്തിനു പറ്റും? മനസ്സിലായോ പറഞ്ഞത്? ഡമസ്കസിൽ നിന്ന് പോകുമ്പോൾ നവയിൽ എത്തുന്നതിന് മുമ്പ് ബലദ് എന്നൊരു പ്രദേശമുണ്ട്. അവിടെയാണ് ആരുടെ മക്ബറ? ഇബ്നു തൈമിയ്യ. പൊളിച്ചിട്ടില്ല. കാരണം അവർ നേതാവാണ്. വേറെ ഒരു മക്ബറയിലും കയറാത്തവര് അവിടെ പോയാല് ഈ താടിക്കാരും അവിടെ വഹാബികൾ, കേരളത്തിലെ വഹാബികൾ അവിടെ പോയി ദ്വാരക്കുന്ന ഫോട്ടോ എന്റെ കയ്യിലുണ്ട്. അവര് മക്ബറയിൽ പോകൂല. എവിടെ പോകും? അവനേതാവല്ലേ? ഈ മക്ബറ IS പൊളിച്ചിട്ടില്ല. അപ്പൊ IS ആര്? എന്തിനെന്തിനും കൂടുതൽ വർത്താനം പറയേണ്ട ആവശ്യം? IS ആര്? അതിന്റെ ബേസ് എന്താ? സലഫിസം അല്ലാതെ എന്താ? സലഫുമായി ഒരു ബന്ധവും ഇവർക്കില്ല. സലഫി എന്ന സ്വഹാബത്ത്, താബിഈങ്ങൾ, തബഉ താബിഈങ്ങൾ, അവര് വലിയ മുതഅദ്ദിബീങ്ങളാണ്. അതാണ് ബഹുമാനപ്പെട്ട മഹത്തായ സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം. മഹത്തായ കറാമത്ത് അംഗീകരിക്കുക, മഹത്തായ സാലിഹ്യങ്ങളെ മദ്ഹ് പറയൽ അംഗീകരിക്കുക. ഇതൊക്കെ തന്നെ ചിന്തിക്ക്. ISകാര് 350 ആളുകളെ കൊന്നു. ഒരു പള്ളിയില് സീനായ് മരുഭൂമിയുടെ ഏരിയയിൽ ഒരു പള്ളിയുണ്ട് എന്ന് ഈ റബീഉൽ അവ്വൽ മാസത്തിൽ. മനസ്സിലായില്ല? മിസ്റിൽ ഞാൻ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ മിസ്റിൽ പോയിട്ടുണ്ട്. റബീഉൽ അവ്വൽ കഴിഞ്ഞിട്ട് റബീഉൽ ആഖിറിൽ മിസ്റിൽ പോയിട്ടുണ്ട്. നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാവുണ്ടോ? കേട്ട് കേൾവിയല്ല പറയണ, നേരിട്ട് കണ്ട് പറയാ. സീനായ് മരുഭൂമിയുടെ ഒരു ഏരിയയിൽ ഒരു പള്ളിയുണ്ട്. ആ പള്ളിയുടെ മുക്രിയ കഴിഞ്ഞ സഫർ മാസത്തിൽ ISന്റെ ചില പ്രതിനിധികൾ വന്ന് കണ്ടിട്ട് പറഞ്ഞിരുന്നു, ഇവിടെ അടുത്ത റബീഉൽ അവ്വലില് മൗലൂദ് ഓതാൻ പാടില്ല. മൗലൂദ് ഓതി ഞങ്ങൾ കുഴപ്പമുണ്ടാവും. റബീഉൽ അവ്വൽ മാസം നമ്മളെ പോലെ ഒന്നല്ല അവിടെ മിസ്റിലെ മൗലിദ്. മിസ്റിലെ മൗലിദ് എന്ന് പറഞ്ഞാൽ റബീഉൽ അവ്വൽ 1 തുടങ്ങിയ 30 വരെ മൗലിദാണ്. അതൊരു വല്ലാത്ത സംഭവമാണ്. ഞാൻ മിസ്റിൽ പല മൗലിദിനും കൂടിയിട്ടുണ്ട്. സംഭവം തന്നെയാണ്, ഭയങ്കര. ഇപ്പോഴും സംഭവമാണ്. ഇപ്പോൾ അലക്സാണ്ട്രിയയിലെ പ്രധാനപ്പെട്ട പള്ളിയില് വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞ് ചെറിയൊരു ദുആ ചെയ്യും. ആ ദുആ കഴിഞ്ഞ ആ പള്ളിയിലുള്ളവരെല്ലാം എണീറ്റ് നടക്കും. എന്നിട്ട് അലക്സാണ്ട്രിയയിലെ പ്രധാനപ്പെട്ട പള്ളിയിൽ 160 ചില്ലാനും പേര് മൗലായ ഓരോ വരിക്കും ചെല്ലിയിട്ടേ ജുമാ കഴിഞ്ഞ് പിരിയുള്ളൂ. ഞാൻ ആലോചിക്കും, നമ്മളെ നാട്ടിലെങ്ങാനും ഇങ്ങനെ ഒരു മൗലിയർ പറഞ്ഞാൽ അന്ന് തുടങ്ങിയ തല്ല് ഖിയാമത്ത് നാൾ വരെ തീരൂല. മനസ്സിലായോ? പറ. അലക്സാണ്ട്രിയയിലെ പള്ളി ജുമാ കഴിഞ്ഞാൽ തുടങ്ങും എന്ത്? ചെറിയ ദുആ, പിന്നെ മൗലായ തുടങ്ങും. 160 ചില്ലാനും. ഇതാണ് അവിടുത്തെ മൗലിദ്. ISകാര് ഈ കഴിഞ്ഞ റബ്ബിൽ പറയാ, ഇതിന് മറുപടി ഇല്ല, ഇതിന് മറുപടി വർത്താനം പറയൂല. അപ്പൊ ഞാൻ അവസാനിപ്പിക്കാണ്, ഞാൻ നീട്ടി പറയുന്നില്ല. അത് ചിന്തിക്കണം. ഇവിടെ വരുന്ന എല്ലാ പ്രശ്നത്തിന്റെ അടിസ്ഥാന കാരണം, മുസ്ലിം സമുദായത്തിലുള്ള ഇന്നത്തെ എല്ലാ പ്രശ്നത്തിന്റെയും അടിസ്ഥാന കാരണം വഹാബിയത്താണ്. അതിന് സലഫുമായ ഒരു ബന്ധവും ഇല്ല. അത് മുസ്ലിം ലോകത്തെ ചതിച്ച ഒരു പ്രസ്ഥാനമാണ്.
ആ പ്രസ്ഥാനം മുസ്ലിം ലോകത്ത് ആകാതെ ഒരിക്കലും ഹക്കായ ദീന് ഇവിടെ മുഅ്മിനീങ്ങളെ ദീന് ഇവിടെ സ്ഥാപിതമാവുകയില്ല. അതെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. എന്നാൽ ഇൻഷാ അല്ലാഹ് ലോകം മുഴുവനും അത് തടകുടഞ്ഞെണീറ്റിട്ടുണ്ട്. ഇതിന് പരിഹാരം ഉണ്ടാകും. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ഞാൻ ഒരു നേര് പറയാം. അതുകൊണ്ട് ആ ഭാഗത്തേക്ക് നമ്മളെ കുട്ടികൾ പോകരുത്. നിങ്ങൾക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. തൃശ്ശൂർ ജില്ല വെക്കേഷൻ കാലഘട്ടത്തിൽ എന്ത് ചെയ്യും? ചില ഏരിയകളിൽ എനിക്കതിന് ചില സംഭവം പറയണത് എന്ത് ചെയ്യും? മുജാഹിദ് പ്രവർത്തകന്മാരും മറ്റും വെക്കേഷൻ കാല മദ്രസകളിലേക്ക് സുന്നി കുട്ടികളെ കൂട്ടിക്കൊണ്ടുപോകും. ആ കുട്ടികൾ കാലാന്തരത്തിൽ ആരാകും? മനസ്സിലായില്ല? ആ കുട്ടികൾ കാലാന്തരത്തിൽ വഹാബിയായി മാറും. ഹക്കായ ദീൻ അവിടെ നഷ്ടപ്പെട്ടു പോകും. അല്ലാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. അത് സടകുടഞ്ഞെണീക്കണം. അപ്പൊ എന്ത് ചെയ്യണം? നിങ്ങള് പള്ളി കമ്മിറ്റി, മദ്രസ കമ്മിറ്റി ഉത്തരവാദിത്തമുണ്ട്. പള്ളി കമ്മിറ്റിക്കും മദ്രസ കമ്മിറ്റിക്കും ഇതിന് ഉത്തരവാദിത്തമുണ്ട്. വെക്കേഷൻ കാല ക്ലാസ്സുകൾ ആരംഭിക്കണം. അതിനൊരു അഡീഷണൽ ശമ്പളം കൊടുത്താലും വേണ്ടില്ല. ഞാനിപ്പോ ഇന്ന് രാവിലെ എനിക്കൊരു സ്ഥലത്ത് ചെറുപ്പക്കാർക്ക് ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. ഞാൻ അവരോട് പറഞ്ഞു, ചെറുപ്പക്കാരെ, ഈ 2 വെക്കേഷൻ കാലത്ത് ഈ 2 മാസം വളരെ ദുരുപയോഗം ചെയ്യും. അപ്പൊ എന്ത് ചെയ്യേ? ഫീസ് ഈടാക്കിക്കോളി. എന്നിട്ട് ദീൻ പഠിപ്പിക്കാം. നല്ലൊരു ഫീസ് വാങ്ങിക്കോളൂ. എന്നിട്ട് നല്ല കഴിവുള്ള അധ്യാപകരെ വെക്കാം. കഴിവുള്ള പൈസ കൊടുത്താലേ ആളെ കിട്ടൂ. എന്തിനും അങ്ങനെ തന്നെ കിട്ടൂ. മനസ്സിലായില്ല നിങ്ങൾക്ക്? ഈ സൺഡേ നമ്മളെ ചില ആളുകൾക്ക് ചില പ്രശ്നങ്ങളുണ്ട്. എന്താണ്? അവര് പിന്നെ ഈ ചില കുട്ടികളെ സാധാരണ മദ്രസയിൽ പറഞ്ഞേക്കൂല. എന്നിട്ട് അവർക്ക് എന്തുകൊണ്ട് സ്കൂൾ എന്ന് പറഞ്ഞിട്ട് പിന്നെ അവരെ വെക്കേഷൻ കാല മദ്രസകൾ അയക്കും. ഈ വെക്കേഷൻ കാല മദ്രസകൾ ആരുപയോഗപ്പെടുത്തും? മറ്റവര്. നമ്മൾ ബോധവാന്മാരാകണം. തേങ്ങ എത്ര ഇടാൻ ബാക്കിയുണ്ട്, അതിനെത്ര തേങ്ങക്ക് വില എന്ന് നോക്കണ പണി മാത്രമല്ല പള്ളി പ്രസിഡന്റിനും സെക്രട്ടറിക്കും ഉണ്ടാവേണ്ടത്. അതിന് നിങ്ങൾ ആവശ്യമല്ല, കണാരനെ ഏൽപ്പിച്ചാൽ മതി. തേങ്ങ ഇടുന്നതിന്റെ കണക്ക് നോക്കാൻ കണാരനെ ഏൽപ്പിച്ചാൽ മതി. പള്ളിയിൽ കൂടി വരേണ്ട ആവശ്യമില്ല. കണാരനോട് പറയാം, കണാരാ, ഈ തേങ്ങ ഇട്ടിട്ട് അങ്ങാടി കൊണ്ട് വിറ്റിട്ട് ആ വടക്ക് ഭാഗത്തൊരു മുറിയിൽ ഞങ്ങളെ മൂല്യരുണ്ടാവും, അയാളെ ശമ്പളം അവിടെ കൊടുത്തളാ, ബാക്കി ഇത്തരം പടിയും വെച്ചളാ, കണക്ക് വെച്ച് കമ്പനി ഭയങ്കര അടിച്ചാളെന്നാളാണ്. അതിന് കമ്മിറ്റിന്റെ ആവശ്യമില്ല. അതിന് വെള്ളം ഉണ്ടോ നോക്കണം ഇടക്കിടക്ക്. അത് കണാര അയ്യോ നോക്കണേ. അതിന് ഔത്തപ്പള്ളി കണ്ട ആവശ്യമില്ല. ഒന്നിങ്ങനെ എന്തി നോക്കിയാൽ മതി. ദീൻ നടത്തണമെങ്കിൽ ദീനുള്ള ആളുകൾ ആ പണിയെടുക്കണം. ഹക്കായ മാർഗത്തിന് ജനങ്ങളെ തെറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ കുട്ടികളെ നാശാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ഇതൊക്കെ ശരിക്കും തിരിച്ച് 2 പ്രശ്നമാണ് ഇവിടെ ഉണ്ടാകുന്നത്. ഒന്ന്, ചെറിയ കുട്ടികളെ ഈ വെക്കേഷൻ കാല ക്ലാസ് പേര് പറഞ്ഞു. അതൊക്കെ നിങ്ങൾ പോലെ ബോധവാന്മാരാകണം. അതിന് പണക്കാര് പണം ചെലവാക്കണം. ഞാൻ ഈ അടുത്ത കാലഘട്ടത്തിൽ നമ്മൾ പല സ്ഥലങ്ങളും അത് പ്രാവർത്തികമാക്കി. എന്ത്? രാവിലെ ഒരു ദർസ് എല്ലാ ചെറുപ്പക്കാരായ കുട്ടികളെയും വെക്കേഷൻ കാലത്ത് എന്ത് ചെയ്യാ? സുബഹിയോടുകൂടെ ആൺകുട്ടികളെല്ലാം പള്ളിയിൽ വരിക. ഞാൻ അവസാനിപ്പിക്കണം. ശ്രദ്ധിക്കണ്ട, ഒരൊറ്റ മിനിറ്റ് ഞാൻ അവസാനിപ്പിക്കാണ്. ഞാൻ ചില സൊല്യൂഷൻസാ പറയുന്നത്. നമ്മളെ കുട്ടികൾക്ക് നമ്മളെ അഖീദ അറിയണ്ടേ? വെക്കേഷൻ കാലത്ത് ഈ 2 മാസത്തിലെ നിബന്ധന, പള്ളിയിലെ ഉസ്താദിന് എന്ത് ചെയ്യാം? അദ്ദേഹത്തിന് അഡീഷണൽ ശമ്പളം കൂടി കൂട്ടി കൊടുക്കുക. എല്ലാ ദിവസവും രാവിലെ സുബഹി നിസ്കരിക്കാൻ ആൺകുട്ടികളെല്ലാം പള്ളിയിൽ വരും. ഒരു 10ന്റെയും ഒരു 30ന്റെയും ഇടയിലുള്ളവരെല്ലാം ബാക്കിയുള്ളവർക്ക് വരാം. ഇവര് നിർബന്ധമായിട്ട് കൊണ്ടുവരും. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അതാത് പള്ളികളിൽ പ്രധാനപ്പെട്ട പള്ളികൾ. എന്നിട്ട് അവർക്ക് എന്ത് ചെയ്യാം? സുബഹി ജമാഅത്ത്, സുബഹിന്റെ മുമ്പുള്ള സുന്നത്ത്, ഇതൊക്കെ പ്രാക്ടിക്കലായി പഠിപ്പിക്കണം. എന്നിട്ട് ഒരല്പം ഖുർആനോത്ത്, അതിന്റെ തജ്വീദ് അനുസരിച്ച് ഖുർആൻ ഉസ്താദ് ഓതി കൊടുക്കുക. അത് ക്ലിയർ ആക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം? നമ്മുടെ ഫിഖ്, നിസ്കാര കണക്ക് ആള് അറിയൂല. വഹാബിയുടെ നിസ്കാരം പഠിക്കും ചില ആളുകൾ. അതിന് ഷർത്തില്ല, ഫർദില്ല. മനസ്സിലായോ പറഞ്ഞത്? എങ്ങനെ നിസ്കരിക്കണം എന്നറിയും കുറച്ച് ആളുകൾക്ക്, ഷർത്ത് ഫർദ് അറിയൂല. അപ്പോൾ അവർക്ക് യഥാർത്ഥ ഫിഖ്, നിസ്കാരം ബാത്തിലാവുന്ന കാര്യം, ഫർള്, സുന്നത്ത്, വുളു, മനസ്സിലായില്ലേ? അതൊരു ക്ലാസ്. പിന്നെയോ അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയ കട്ടൻ ചായ കൊടുക്കുക അതിന്റെ ഇടയിൽ എപ്പോഴെങ്കിലും. എന്നിട്ട് എന്ത് ചെയ്യാം? ഒരു നല്ല ഹദീസ് ക്ലാസ്, അല്ലെങ്കിൽ അഖീദ, ഒരു അഖീദ ക്ലാസ്. നമ്മുടെ അഖീദ, മുഅ്മിനീങ്ങളെ അഖീദ, അല്ലാഹു ഇങ്ങനെയാണ്,
അമ്പിയാക്കൾ ഇങ്ങനെയാണ്, ഔലിയാക്കൾ ഇങ്ങനെയാണ്. മനസ്സിലായില്ലേ പറഞ്ഞത്? അത് കഴിഞ്ഞിട്ട് ഒരു 8-8:30 മണിയോട് കൂടെ അത് വിടാം. ആ കുട്ടികൾ പിന്നെ എവിടെയാ പോയിക്കോട്ടെ. പിരിയുന്ന നേരത്ത് നല്ല ഒരു ഇറച്ചിയും കൂട്ടാനും ഒരു നല്ല പത്തിരിയോ നല്ല ഒരു സാധനം അവിടെ കൊടുക്കുക. പള്ളിയിൽ തിന്നാനുണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാവരും വരും. സത്യത്തിൽ ഇവന്റെ പോരയിൽ ഇഷ്ടം പോലെ സാധനം ഉണ്ടാവില്ല, അത് തിന്നൂല. തിന്നല്ലാത്തവരും നല്ല വരണേ. പള്ളിയിൽ എല്ലാരും കൂട്ടം കൂടി അതുവരെ 9 മണിക്ക് ഇറച്ചിയും പൊറാട്ടയും, 9 മണിക്ക് എന്താ പറയാ ഇറച്ചിയും, നല്ല 1-ാം നമ്പർ ഇറച്ചിയും എന്താ പറയാ പത്തിരിയും, അല്ലെങ്കിൽ വെള്ളപ്പം, അല്ലെങ്കിൽ പുട്ട്. അതൊരു 10-50 150 ചെറുപ്പക്കാര് അങ്ങനെ ഇരുന്നിട്ട് റാഹത്തായിട്ട് തിന്നുക. അത് സെക്രട്ടറിയും പ്രസിഡന്റും ഒക്കെ നിയന്ത്രിക്കുക. വലിയ തിരക്കുള്ള പ്രസിഡന്റ് വേറെ ആളെ ഏൽപ്പിച്ച് പണി നോക്കിപ്പോ പൂച്ചനെ കിട്ടിയാവല്ലേ. എന്തിനാ ഈ പ്രസിഡന്റും സെക്രട്ടറി ആവണം അള്ളാന്റെ കോടതിയിൽ നിന്ന് ആശിക്കാന്? കനാലിന്റെ മുഖത്ത് വെച്ച പാറക്കല്ല് പോലെയാണ് ചില സ്ഥാനത്തിരിക്കുന്ന ആളുകൾ. മുത്തുനബി പറഞ്ഞിട്ടുണ്ട്, വെള്ളോട്ട് കുടിക്കൂല, ബാക്കിലുള്ളവർക്ക് വെള്ളോട്ട് കൊടുക്കൂല. മനസ്സിലായില്ല? നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ചില ആളുകൾ എന്താണ് കനാലിന്റെ മുഖത്ത് വെച്ച് പാറക്കല്ല് പോലെയാണ്. ഈ പാറക്കല്ല് വെള്ളം കുടിക്കൂല, ബാക്കിലുള്ളവർക്ക് തൊട്ട് കൊടുക്കൂല. ഇത് കാരണം വെള്ളം അങ്ങനെ പോകും, വെള്ളം കൊണ്ടുപോകൂല. ബാക്കിലൂടെ വെള്ളം കുടിക്കുന്നവരുണ്ട്, കൊടുക്കൂല. ഇതിനാണ് ആജാതി പ്രസിഡന്റ്, ഇതിനാണ് ആജാതി സെക്രട്ടറി. സമുദായ നാശമായി പോവുകയാണെങ്കിൽ നിങ്ങളൊന്നും വിചാരിക്കണ്ടാ, ഇയാളെ കൊണ്ടുവന്നതോടുകൂടെ നമ്മളെ പള്ളി കമ്മിറ്റിയെ പൊളിഞ്ഞെന്ന് വിചാരിക്കണ്ട. കുറച്ചൊക്കെ പൊളിഞ്ഞോട്ടെ, കുറച്ചൊക്കെ ചവിട്ടിയാലേ നേരെയാവുള്ളൂ. എന്താണെങ്കിലും ഒരു പ്രസംഗം കഴിഞ്ഞാൽ 1-2 ആളുകളൊക്കെ ശത്രുക്കൾ ഉണ്ടാവാറുണ്ട്. അത് പടി ഉണ്ടായിക്കോട്ടെ, അതൊന്നും പ്രശ്നമല്ല. ഇതിവിടെ ദീനാണ് നടക്കേണ്ടത്. ഞാൻ നീട്ടി പറയുന്നില്ല. എന്താ അങ്ങനെയൊന്നും ചെയ്താൽ അവന് പകല് കയ്യിൽ എവിടെയോ പോയിക്കോട്ടെ, 9 മണി വരെ ആർക്കും ഒരു പണിയില്ലല്ലോ അല്ലേ? പറയും മനുഷ്യന്മാരെ, പള്ളിയിലെ കുട്ടികളെല്ലാം അതൊരു വിളംബരം ചെയ്യാ. ഈ ആഴ്ച ചെയ്യാം ഒരു 50 ദിവസത്തെ കോഴ്സ്. അവർക്ക് ദീനാണ് പഠിപ്പിക്കുക. നമ്മളെ അഖീദ, നമ്മളെ താരീഖ്, നമ്മളെ അദബ്, നമ്മളെ മര്യാദ, അഖ്ലാഖ്, ഉമ്മാര് പാപ്പാര്, ഉമ്മാനോട് എങ്ങനെ പെരുമാറും, അമ്മോശാക്കാനോട് എങ്ങനെ പെരുമാറും. കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ ശത്രുവിനെ കാണുമ്പോഴേ അമ്മോശാക്കാനെ കാണുള്ളൂ. എന്തേ അല്ലേ? വിചാരിച്ച പൈസ കിട്ടിയില്ലെങ്കിൽ അയാളെ ഉളുപ്പില്ലാതെ പറയും. സ്വന്തം ബാപ്പയല്ലേ ആര്? പറ കൂട്ടുണ്ടി, സ്വന്തം ബാപ്പയല്ലേ ആര്? അമ്മോശാക്ക നിസ്സാരാണോ? വല്ല മര്യാദ അറിയോ അമ്മോശാക്ക ആരാണ്? ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതിന് കുട്ടികളെ ആകർഷിക്കാനാണ് എന്ത് ചെയ്യേണ്ടത്? 4 ഇറച്ചി പത്തിരിയും. അതിന് ഒരു ദിവസം ഒരാള് ശരിക്കാണ് എണീറ്റെന്നാലേ, പള്ളിയിൽ നിന്ന് എണീറ്റെന്നാൽ 30 ദിവസത്തിന് 60 ആളെ 2 ഇറച്ചി പത്തിരിക്ക് വരെ ആളുണ്ടാവും. ഇതല്ലേ സമുദായത്തിൽ നല്ല മനുഷ്യന്മാരില്ലേ? അവരെന്തിനൊന്നും തയ്യാറല്ലേ? പറ. എത്ര ഇല്ല എന്ന് പറഞ്ഞാലും സമുദായത്തിന് വിഷയം ഉണ്ടെങ്കിൽ കൊടുക്കാൻ അൽഹംദുലില്ലാഹ് മലബാറിലെ മാപ്പിള മക്കള് കഴിവുള്ളവർ ഇന്ന് തയ്യാറാണ്. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. യാതൊരു അംശമില്ല. എത്ര സാമ്പത്തിക മാന്യമാണെങ്കിലും മലയാളക്കരയിലെ ആൺകുട്ടികളുണ്ട്. ഒരു വിഷയമാണ് പറഞ്ഞാൽ, ഇപ്പൊ ഞാൻ ഈ അടുത്ത ദിവസം പള്ളി റമദാനല്ലേ വരുന്നത്, തേക്കണം. ഉടനെ ഒരാൾ പറഞ്ഞു തേക്കാള സിമന്റ് ഒക്കെ എന്ത് നന്മ. അല്ലാഹു തആല അവർക്കൊക്കെ ഖൈറ് കൊടുക്കട്ടെ. അൽഹംദുലില്ലാഹ് നന്മ നമ്മൾ എടുത്തു പറയാതിരിക്കും. പക്ഷെ അവരെ മക്കൾ ഇവിടേക്ക് എത്തൂല. ഇവര് വരെ വാപ്പയെന്ന് പഠിച്ചതാണ്. മനസ്സിലായില്ല? ഇവരെ ഇവിടുന്ന് പഠിച്ച് ഇവരെ വാപ്പയെന്ന്. ഇവരെ മക്കൾ അവിടേക്ക് വരൂല. അവരെ മക്കളും അവിടേക്ക് വരണമെങ്കിൽ ഈ പണി നമ്മൾ എടുക്കണം. ഇനി കുട്ടികൾ ഇപ്പോഴൊന്നും വരണ്ട. 9 മണിക്ക് കുട്ടികളെ വിടുന്നു. പിന്നെ കുട്ടികളോട് ഉസ്താദ് പറയണം നിസ്കാരമൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടാ എന്ന്. അവരവിടുത്തെ പരിസരത്തുള്ള പള്ളിയിൽ അവിടെ നമുക്ക് നിസ്കരിക്കോട്ടെ. മഗ്‌രിബിന് ഒരു 10 മിനിറ്റ് മുമ്പ് കുട്ടികൾ വീണ്ടും പള്ളിയിൽ വരിക. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. ആ കുട്ടികളെല്ലാവരും തിരിച്ചു വന്ന് ദിക്ർ ചൊല്ലി ജമാഅത്ത് മഗ്‌രിബ് നിസ്കരിച്ചു. മഗ്‌രിബിന്റെ ഇതേപോലെ ഒരു ഹദീസ് ക്ലാസ്സോ മറ്റോ ഉസ്താദ് ഈ കുട്ടികളെ എടുത്ത് കൊടുക്കുക. 1-2 ഉസ്താദ്മാരെ വയ്ക്കുക. ഇതൊക്കെ തന്നെയല്ലേ പള്ളിയിലെ വരുമാനവും പൈസയും. ഇത് ഇങ്ങനെ കുരങ്ങ് പിടിച്ചു വെച്ചതുപോലെ ഈ പൈസ പിടിച്ചു വെച്ചിട്ട് എന്താ കാര്യം?
അല്ല, കാര്യത്തിന് ചെലവാക്കാനല്ലേ? ബാലൻസ് ഉണ്ടായിട്ട് എന്താ കാര്യം? എന്നിട്ട് ഇശാന്റെ ബാങ്ക് കൊടുക്കുന്നത് വരെ ഒരു ക്ലാസ്, ഇശാന്റെ ബാങ്ക് കൊടുത്ത് പിന്നെ എന്തും ചെയ്യാ, ഒരു ഹദ്ദാദ് ചെല്ലുക. മനസ്സിലായില്ല? ഹദ്ദാദ് കുട്ടികൾക്ക് പഠിപ്പിക്കുക. ഒരു മനുഷ്യനൊരു പിടുത്താണ് ദിക്ർ. ആ ഹദ്ദാദ് പഠിപ്പിക്കുക. ഹദ്ദാദും കഴിഞ്ഞ് കുട്ടികളെ റാഹത്തായാണ് പറഞ്ഞേക്കുക. വേണമെങ്കിൽ വൈകുന്നേരത്തെ ദർസിനിടയിൽ ഒരു തൽപ്പന കമ്മിറ്റി അത് റോണ്ട് ചുറ്റിക്കൊണ്ട് ശ്രദ്ധിക്കണം, ഒരു കട്ടൻ ചായ. മനസ്സിലായോ? ഇതൊക്കെ ഹൈറാണ്. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, ഒരു ചെറിയ ഈത്തപ്പഴം, ഇതൊക്കെ കുട്ടികൾക്കൊരു ആകർഷണം. സത്യത്തിൽ ഇത് ചായയിൽ വെള്ളത്തിൽ ചൂടുവെള്ളത്തിൽ ചായപ്പൊടി ഇട്ടതാണ്. എങ്കിലും പള്ളിയിൽ നിന്ന് കിട്ടുമ്പോൾ അതൊരു അമൃത് പോലെ തോന്നും. അത് റാഹത്തുണ്ടാവും. ആ ചായയും കട്ടൻ ചായയും ഒരു ഈത്തപ്പഴം, 2 ഈത്തപ്പഴം, അൽഹംദുലില്ലാ. ഒരു 50 ദിവസത്തെ ഇങ്ങനെ ക്ലാസ് നടത്തി ആ പള്ളി കമ്മിറ്റി അള്ളാന്റെ സ്വർഗത്തിലേക്ക് വലത് കാലം വെച്ചെടുക്കും. അള്ളാഹു തൗഫീഖ് തരട്ടെ. എന്റെ ദീനെ നശിക്കണ സമയത്ത് ഒരു ദീൻ നിലനിർത്തി ഈ കുട്ടികൾ ഇൻഷാ അല്ലാഹ് അടുത്ത തലമുറക്ക് പഠിപ്പിക്കും. എന്തല്ലേ പറ? ഇനി ഇല്ലെങ്കിൽ ബാപ്പാരെന്ന് അറിയില്ല, ഉമ്മാരെന്ന് അറിയില്ല, അറിയൂല. ഉമ്മാരെന്ന് അറിയില്ല, ബാപ്പാരെന്ന് അറിയില്ല, സ്വന്തത്തിനെ പറ്റി അറിയില്ല, അമ്മോശാക്കാനറിയില്ല, അമ്മായിമാനറിയില്ല, ഒന്നും അറിയില്ല. അപ്പൊ ഞാൻ ഇതൊക്കെ നേരെ നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ അവരെ ഒന്നിരിക്കൽ ഏതെങ്കിലും വിഭാഗത്തെ ബലിയോ മറ്റതോ എന്തെങ്കിലും കട്ടുകൊണ്ടു, അങ്ങനെ അവളെ നാട് ഇവിടെ നാശായി പോകും. അള്ളാഹു തആല കാത്തു രക്ഷിക്കട്ടെ. അവസരോചിതമായി സടകുടഞ്ഞണി പ്രവർത്തിക്കണം. എൻ്റെ വാക്കിൽ എവിടെയെങ്കിലും അപാകത വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. ഞാൻ എൻ്റെ ഒരു ആക്കളിപ്പെടരുത്. നിങ്ങൾ ബേജാറാവണ്ട കേട്ടാ. അതൊക്കെ നിങ്ങൾ ബേജാറാവണം. അഹ്ലു സുന്നത്തി വൽ ജമാഅ അള്ളാന്റെ ദീനാണ്. അതിനെതിരെ ഒരുത്തനെ നമ്മൾ വിടുന്ന പ്രശ്നമില്ല. അത് വിട്ടനല്ല, നിങ്ങൾ പേടിക്കണം. നമ്മൾക്ക് അങ്ങനെ കുറെ കാലം അവിടെ പാർക്കണം. അങ്ങനെയൊന്നും റഹ്മത്തുള്ളാഹിക്ക് ബോധ്യമില്ല. പാർക്കുന്ന അത്തരം പാർക്കണം. അള്ളാന്റെ കോടതിയിൽ അള്ളാഹു നമ്മളെ സ്വീകരിക്കുക. അതിനേക്കാൾ വലിയ എന്താണ്? അള്ളാഹു സ്വീകരിക്കട്ടെ. എനിക്കൊരു കാര്യം ഉറപ്പാ, ഞാൻ പറഞ്ഞ ശംസുലമ പറഞ്ഞതാ, അത് കണ്ണിയത്ത് പറഞ്ഞതാ, അതവിടെ പോയാൽ അത് മുത്തുനബി പറഞ്ഞു, മുത്ത് മുസ്തഫ. അതാണ് ദീന്. അതിവിടെ ഹയാത്താവുക തന്നെ ചെയ്യും. അതിനിവിടെ സമസ്ത സുസജ്ജമാണ്. ഇനി അങ്ങനെ ആരും വിചാരിക്കണ്ട. കുറച്ച് ആലിമീങ്ങൾ മരിച്ചപ്പോൾ ഇതൊക്കെ കൂടെ വാരി വലിച്ച് വീഴുങ്ങാനൊന്നും ഓരോരുത്തരും വിചാരിക്കേണ്ട. സമസ്തയിൽ സുസജ്ജമായ പാർട്ടിയാണ് സമസ്ത. അല്ലാഹു ഈ ഇസ്സത്ത് നമുക്ക് നിലനിർത്തട്ടെ. ഒരുത്തനെ നമുക്ക് വേണ്ട ആവശ്യമില്ല, ഒരുത്തന്റെ ആവശ്യമില്ല. എന്നാലോ യോജിപ്പിലും കാര്യത്തിലൊക്കെ നമ്മൾ എല്ലാവരുമായും ചർച്ചക്കും തയ്യാറുമാണ്. നമ്മുടെ ഇവിടെ ആളില്ലാത്തതുകൊണ്ടല്ല ചർച്ചയ്ക്ക് തയ്യാറാകുന്നത്. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കണ്ട. നമ്മൾ ഫുള്ളാണ്, നമുക്ക് ഒരു കമ്മി ഇവിടെ ഇല്ല. പക്ഷേ ഒക്കെ യോജിച്ച് മുന്നോട്ട് പോവുക, അതന്നെയല്ലേ നല്ലത്. യോജിക്കാവുന്ന അത്ര യോജിക്കും. പരമാവധി ഇറങ്ങി, പരമാവധി സമസ്ത എന്തിനും ഖൈറിൽ ഇറങ്ങി നിൽക്കും. അതാരും വിചാരിക്കണ്ട. അതിലൊന്നും ഒരു വാശിയും സമസ്തയില്ല. സമസ്തയില്ല അവിടുത്തെ അള്ളാന്റെ ഇലാഹിയായ ഒരു കൽപ്പന അനുസരിച്ച് മഹാന്മാരാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു പ്രസ്ഥാനമാണ്. അള്ളാഹു ഈ ഇസ്സത്ത് നമുക്ക് നിലനിർത്തി തരട്ടെ. ഇതൊക്കെ മനസ്സിലായി സമസ്തയുടെ കൂടെ നിന്നിട്ട് ഒറ്റക്കെട്ടായി ഒന്നിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട റംലി ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഇവിടെ ഈ നടന്ന പരിപാടി അൽഹംദുലില്ലാ ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന ആളുകളിൽപ്പെട്ട ഒരാളാണ് അദ്ദേഹം. നല്ലായ കാര്യങ്ങൾക്കെതിരെ വേണ്ടി കവിതകൾ എഴുതും. കവിത എന്ന് പറഞ്ഞാൽ തന്നെ ഹൃദയ വിശാലതയുള്ള ഒരാൾക്ക് മാത്രമേ കവിത എഴുതാൻ കഴിയുള്ളൂ. കവിത എന്ന നന്മയാണ്. വല്ലാത്തൊരു ഹൃദയത്തിന് വലിപ്പുണ്ടായാൽ മാത്രമേ അത് മനസ്സിലാവും, അത് എഴുതാനും കഴിയും. അള്ളാഹു അവരുടെയൊക്കെ കഴിവ് അള്ളാഹു സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ട വരുന്ന 12-ാം തീയതി അല്ലേ 2-ാം തീയതി ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ ഇവിടെ അടുത്ത് വരുന്നുണ്ട്. അവർക്ക് കൊടുക്കാൻ വേണ്ടി കവിത എഴുതി സമർപ്പിക്കുന്നുള്ളൂ. ഞാനത് കണ്ടു. അൽഹംദുലില്ലാ വല്ലാത്ത വാക്കുകളായി. അൽഹംദുലില്ലാ അള്ളാഹു അവർക്കൊക്കെ വലിയ ഖൈറും റഹ്മത്തും അള്ളാഹു തുറന്നു കൊടുക്കട്ടെ. നമ്മുടെ ദീനിന്റെ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നവർക്കെല്ലാം എല്ലാവർക്കും വേണ്ടി നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. മുന്നിലുള്ളവർ, യുവ നേതാക്കന്മാർ, പ്രവർത്തകർ എല്ലാവർക്കും വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി ഒരു വാപ്പാടെ മക്കളെ പോലെ നമ്മൾ മുന്നോട്ട് പോകും ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ. ഇവിടെ നാളിതുവരെ എന്തൊക്കെ സമസ്ത നിലനിർത്തി പോകുന്നു അതെല്ലാം സമസ്ത ഇനിയും നിലനിർത്തി തന്നെ മുന്നോട്ട് പോകും. അള്ളാഹു നമുക്ക് അതിന് തൗഫീഖ് നൽകട്ടെ. അപ്പൊ എല്ലാവരും ദുആ ചെയ്യാൻ പോവാണ്. മജ്‌ലിസ് നൂറിന്റെ ദുആ ബഹുമാനപ്പെട്ട പി.ടി. ഉസ്താദ് അടക്കമുള്ള പണ്ഡിതന്മാർ ഇവിടെ ഉണ്ട്. ഞാനല്ല ദുആ ചെയ്യേണ്ടത്. ഇളന്തലയിലല്ല കാതൽ വേണ്ടത്. അതൊക്കെ അതിന്റെ മൂതുതലൊക്കെ തന്നെ നല്ല മൊരട്ടന്നെ കാതൽ പൊട്ടും.
അതുകൊണ്ട് പേട്ടി ഉസ്താദ്, ഹംസ ഉസ്താദ് വരെ എല്ലാവരും ഇവിടെ ഉണ്ട്. അവർ ഏതെങ്കിലും ഒരാൾ ദുആ ചെയ്യും.